സലോമി പെട്ടെന്നാണ് രോഗശൈലിയിലായത്. വിവരമറിഞ്ഞ് ഐറിഷെത്തി. അതിൻ്റെ പിന്നാലെ കന്യാസ്ത്രീ മഠത്തിലെ മദർ സുപ്പീരിയറും മറ്റു ചില സിസ്റ്റേഴ്സും. ജോർജും ജോയിയും കുത്തി കുത്തി ചോദിച്ചിട്ടും ആ രാത്രിയിലെ സംഭവം എന്താണെന്ന് സലോമി പറഞ്ഞില്ല. ജീവിതത്തിൻ്റെ ഈ സങ്കടങ്ങൾ അത്രയും കർത്താവിൻ്റെ എന്ന് അവൾ ആശ്വസിച്ചു. ഓരോ ദിവസം കഴിയും തോറും വീട്ടുചെലവുകൾക്ക് വഴിയില്ലാതെ കുടുംബം ഞെരുങ്ങുകയാണ്. ജോർജും ജോയിയും പഠിപ്പ് നിർത്തി. ജോർജ് എപ്പോഴും മാത്യൂസിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കും. ജോയി ഏതോ വളണ്ടപ്പോയിൽ കണക്കെഴുതാൻ പോകുന്നുണ്ട്. ടോമിയും റേക്കുട്ടനും പഠിക്കുന്നുണ്ട്. എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക് പോകുമ്പോൾ വികാരി അച്ഛൻ മാത്യൂസിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. അവൻ എന്തു പറ്റി സലോമി? എല്ലാം കളഞ്ഞു കുളിച്ചു. ആ വർക്കി അയാളിപ്പോൾ പള്ളി കമ്മിറ്റി പ്രസിഡന്റാ ട്ടോ. ഞാൻ ഈ കാര്യങ്ങൾ അയാളോട് ചോദിക്കാൻ ശ്രമിച്ചു. അയാളതിന് ചെവി തന്നില്ല. സലോമി എല്ലാം കേൾക്കും, എന്നിട്ട് കരയും. എങ്ങനെ സലോമി, വീട്ടുകാര്യങ്ങൾ പ്രയാസമാണച്ചോ? ഇനി വിൽക്കാനൊന്നുമില്ല. ജോയി ഇപ്പോഴെവിടെയോ ഒരു പണിക്ക് പോകണുണ്ട്. പട്ടിണിയില്ല. അവരുടെ പഠിപ്പൊക്കെ നിന്നില്ലേ? ആ, മറ്റു വഴിയില്ലാർന്നച്ചോ. എനിക്കൊന്ന് കുമ്പസാരിക്കണം, സലോമി പറഞ്ഞു. ആയിക്കോട്ടെ, നിന്റെ പതിവ് കുശിയിൽ നിന്ന് മേടിച്ചോ? നല്ല പാൽക്കട്ടിയും റവയുമൊക്കെ പള്ളിയിൽ നിന്ന് കിട്ടും. സലോമിയുടെ ദാരിദ്ര്യം കണ്ട് ഫാദർ ഡിക്രൂസ് ഏർപ്പാട് ചെയ്തതാ. സലോമിക്ക് അതൊരു ആശ്വാസമായി. കുശിയിൽ നിന്ന് കിട്ടിയ പാൽപ്പൊടിയും റവയും ഒരു കുട്ടിച്ചാക്കിൽ തൂക്കിപ്പിടിച്ച് സലോമി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ജോർജ് ഓടിക്കുതച്ച് വന്നു. അവൻ്റെ കയ്യിൽ അച്ചടിച്ച ഒരു കടലാസ് ഉണ്ടായിരുന്നു. താൻ സലോമിയുടെ കയ്യിൽ നിന്ന് സഞ്ചി വാങ്ങി. കടലാസ് അവരുടെ കയ്യിൽ കൊടുത്തു. ഇതെന്നാടാ? ഇനി നമ്മളങ്ങോട്ട് പോകും അമ്മച്ചി. ജോർജ് വിങ്ങിപ്പൊട്ടി. ദാ അപ്പുറത്ത് കിടക്കുന്ന ആളോട് പോയി ചോദിക്കേ, നമുക്കും കൂടെ ഇവിടെ സ്ഥലമുണ്ടോയെന്ന്. ജോർജ് സെമിത്തേരിയിലേക്ക് ചൂണ്ടി ആക്രോശിച്ചു. നിങ്ങളുടെ കെട്ടിയവൻ ആ വർക്കിച്ചിന് കൊടുക്കാൻ ഇവിടെ വീടും പറമ്പും പണയപ്പെടുത്തി തീർന്നത് നിങ്ങൾക്കറിയോ? അക്കാര്യം ഇല്ല. അത് ഞാനെല്ലാം രഹസ്യമായിരുന്നല്ലോ. ജപ്തി നോട്ടീസാ. 15 ദിവസത്തിനകം പണം കെട്ടണം, അല്ലെങ്കിൽ ജപ്തിയാ. ജപ്തിയോ? കർത്താവേ, എൻ്റെ കർത്താവേ, നിൻ്റെ പരീക്ഷണം മതിയായില്ലേ? ഞാനും എൻ്റെ മക്കളും പറഞ്ഞു തീർന്നില്ല. സലോമി കുഴഞ്ഞു വീണു. അമ്മച്ചി, അപ്പുറത്തുണ്ട് കെട്ടിയവൻ കിടക്കണം. ഞാനിപ്പോഴങ്ങോട്ട് വലിച്ചിടും. ജോർജ് മുരണ്ടു. ആരെവിടെ? ഓ, മാത്യൂസിൻ്റെ പെമ്പിളൻ മോനുമല്ലയോ? കപ്പ്യാർ ചാണ്ടി മുന്നിൽ. എന്താ പൈതലേ? സലോമിക്ക് എന്ത് പറ്റി? കപ്പ്യാർ അടുത്ത് വന്നു. ഒരു തലച്ചുറ്റില്ല, കുറേ നാളായി തുടങ്ങിയിട്ട്, ജോർജ് പറഞ്ഞു. എന്നാൽ പിന്നെ വേഗം കുശിനി ചെന്ന് കുറച്ച് ചൂട് കഞ്ഞിവെള്ളം വാങ്ങിക്കൊടുക്ക്. കപ്പ്യാർ തിരിഞ്ഞു നടന്നു. ജോർജ് സലോമിയെ താങ്ങി എഴുന്നേൽപ്പിച്ചു. ഇവിടെ ഇങ്ങനെ വീണ് കിടന്നിട്ട് കാര്യമില്ല. വേഗം വീട്ടിലെത്താം. വണ്ടി പിടിക്കാനൊന്നും എൻ്റെ കയ്യിൽ കാശില്ല. സലോമി ഒന്നും ശബ്ദിച്ചില്ല. ഏങ്ങലടിച്ച് കരയുക മാത്രം ചെയ്തു. ജോർജ് സലോമിയുടെ ഒരു കൈ തൻ്റെ തോളിൽ ചുറ്റി മറുകൈയിൽ സഞ്ചിയുമായി സെമിത്തേരിയുടെ മതിൽ ചുറ്റി സ്വന്തം വീട്ടിലേക്ക് നടന്നു. വഴിയിൽ കണ്ടവരൊക്കെ വിവരം ചോദിച്ചു. സുഖമില്ല, ജോർജ് ഒറ്റവാക്കിൽ ഉത്തരം നൽകി. പൊതിയുന്ന വെയിലിൽ എരിയുന്ന മനസ്സുമായി സലോമി പ്രാഞ്ചി നടന്നു. ജോർജ് അപ്പോഴും മാത്യൂസിനെ ശകാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. പള്ളി വികാരി ഇടപെട്ട് ജപ്തിക്ക് തീയതി 1 മാസത്തേക്ക് കൂടി നീട്ടി വാങ്ങിച്ചു. ഇതിനിടയിൽ സലോമിയും മക്കൾക്കും താമസിക്കാൻ ഫാദർ ഒരു വാടക വീട് ശരിയാക്കി കൊടുത്തു. സലോമിയോട് പറയാതെ ജോർജ് മന്ത്രി വർഗീസിനെ പോയി കാണാൻ തീരുമാനിച്ചു. ജോയിയും ജോർജും കൂടിയാണ് മന്ത്രി വർഗീസിനെ കാണാൻ പോയത്. കോൺഗ്രസ് ഓഫീസ് മാത്രമേ മാത്യൂസിൻ്റെ മക്കൾക്ക് അറിയുമായിരുന്നുള്ളൂ. വർഗീസ് സാർ വീട്ടിലെ നിത്യസന്ദർശകനായിരുന്നെങ്കിലും പപ്പയും മമ്മിയും മാത്രമേ വർഗീസിനോട് സംസാരിച്ചിരുന്നുള്ളൂ. മാത്യൂസിന് വർഗീസിനോട് സ്നേഹത്തേക്കാൾ ഒരു തരം ഭക്തിയായിരുന്നു. ഭയവും വിധേയത്വവും കൂടിക്കലർന്ന ഒരു തരം ആരാധന. വർഗീസ് സാറിനെ അമ്മച്ചി സൽക്കരിക്കുന്നത് കണ്ടിട്ടില്ല. തരം കിട്ടുമ്പോഴൊക്കെ അയാൾ മമ്മിയെ പുകഴ്ത്തുകയും തോളത്ത് കൈവച്ച് സംസാരിക്കുന്നതും കണ്ടിട്ടുണ്ട്. അതിനൊന്നും ഒരു അസാധാരണത്തോടൊന്നും തോന്നിയില്ല. പക്ഷേ മന്ത്രിയായ ശേഷം പപ്പയുടെ മരണത്തോടെ അനാഥമായ ആ കുടുംബത്തെ അയാൾ തിരിഞ്ഞു നോക്കിയതേയില്ല. അയാളെ ആശ്രയിക്കണമെന്ന് അമ്മച്ചിയും പറഞ്ഞില്ല. എന്നാൽ ഇപ്പോൾ വീടും പുരയിടവും ജപ്തി ചെയ്യാൻ പോകുന്നു. പപ്പ ഒരുപാട് സഹായിച്ച ആളല്ലേ. ചെന്ന് കണ്ട് കാര്യം പറഞ്ഞാൽ മാത്യൂസിൻ്റെ മക്കളെ അയാൾ ഉപേക്ഷിക്കില്ല. ആ ഉറപ്പിലാണ് അമ്മച്ചിയോട് ആലോചിക്കാതെ അവർ രണ്ടുപേരും കൂടി മന്ത്രി വർഗീസിനെ കാണാൻ കോൺഗ്രസ് ഓഫീസിലെത്തിയത്. അദ്ദേഹം മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിലാണ്. അവിടെ ചെന്നാൽ കാണാം, ഓഫീസ് സെക്രട്ടറി പറഞ്ഞു. അതെവിടെയാണെന്ന് അറിയില്ല. ഒരാളെ കൂട്ടിനയച്ചാൽ നന്നായിരുന്നു, ജോയി പറഞ്ഞു. സണ്ണി, അച്ചായൻ എസ്റ്റേറ്റ് ബംഗ്ലാവിലുണ്ടാവും. നീ ഇവരെ അവിടെ കൊണ്ടാക്ക്. ജീപ്പ് എടുത്തോ. അവരെ അവിടെ വിട്ട് നീ വേഗം ഇങ്ങ് പോരണം, ഓഫീസ് സെക്രട്ടറി പറഞ്ഞു. അങ്ങോട്ട് വല്ലതും കൊണ്ടുപോകാനുണ്ടോ? സണ്ണിയുടെ ചോദ്യം. 10-25 വയസ്സ് തോന്നിക്കുന്ന സണ്ണി ജീപ്പ് ഇറക്കി കൊണ്ടുവന്നു. ഓഫീസ് സെക്രട്ടറി 2 വലിയ കെട്ടുകൾ ജീപ്പിലേക്ക് കയറ്റി വെച്ചു. പോരിൻ, സണ്ണി വിളിച്ചു. ജോർജ് മുൻസീറ്റിലാണ് ഇരുന്നത്, ജോയി പിന്നിലും. എവിടെ എസ്റ്റേറ്റ് ബംഗ്ലാവ്? ജോർജ് ജിജ്ഞാസയോട് ചോദിച്ചു. കുറച്ചകലെയാ, സണ്ണി നിസ്സംഗനായി പറഞ്ഞു. മന്ത്രിയുടെ സ്വന്താ? ജോർജിൻ്റെ ചോദ്യം. ഏയ്, ഏതോ ചങ്ങായിൻ്റെയാ. അയാളെല്ലാം കുടിച്ച് പെടുത്തു കളഞ്ഞതാ. കടം കയറി മുടിഞ്ഞപ്പം ബംഗ്ലാവിലെ കയറുമേ തൂങ്ങിയതാ. ആ, അല്ല, അത് ശരിയല്ലേ? ജോർജ് അലറി. ജോർജെ,
ജോയി പിന്നിൽ നിന്ന് ജോർജിൻ്റെ വായ പൊത്തി. ജോർജ് സ്വയം നിയന്ത്രിച്ചെങ്കിലും കണ്ണീരെടുക്കാൻ കഴിഞ്ഞില്ല. പുള്ളിക്കാരൻ എന്ത് പറ്റി? സണ്ണി ചോദിച്ചു. അവനിങ്ങനെ ആത്മഹത്യ എന്നൊക്കെ കേട്ടാ അപ്പോൾ സമനില തെറ്റും, ജോയി പറഞ്ഞു. അയ്യോ, കുഴപ്പമാവോ? സണ്ണി ഭയപ്പാടോടെ ചോദിച്ചു. നിങ്ങൾ വണ്ടി നിർത്ത്, അവൻ എൻ്റെ അടുത്ത് വന്നിരിക്കട്ടെ. ജോർജിനെ പിടിച്ച് പിൻസീറ്റിലേക്ക് ഇരുത്തുമ്പോൾ ജോർജ് പറഞ്ഞു. ഞാനവനെ കൊല്ലും. ഒന്നും വേണ്ട, നമുക്ക് അയാളെ ഒന്ന് കണ്ടു നോക്കാം, ജോയി ജോർജിൻ്റെ ചെവിയിൽ പറഞ്ഞു. പരിചിതമായ വഴിയിലൂടെ ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. ജോർജും ജോയിയും മുഖം പൊത്തി മനസ്സിൽ കരഞ്ഞു. അപ്പച്ചൻ പാട്ടത്തിന് കൊടുത്തതും തീരെഴുതിയതുമെല്ലാം ഒരു MLA സീറ്റിന് വേണ്ടിയായിരുന്നല്ലോ. പിന്നെ വർക്കിച്ചനിലുള്ള സ്നേഹവും വിശ്വാസവും ആരാധനയും ഒന്നു ചേർന്ന് കണ്ണുമടച്ചാണ് കയ്യിലുണ്ടായിരുന്ന സമ്പത്ത് അത്രയും കൈവിട്ട് കളഞ്ഞത്. ചതിയനായ വർക്കിച്ചൻ സൂത്രത്തിൽ എല്ലാം കയ്യിലാക്കി. എന്നിട്ട് അവസാനം കറിയിൽ കിടന്ന കറിവേപ്പില പോലെ പാവത്തിനെ പുറത്തേക്ക് എറിഞ്ഞു. കർത്താവിനൊപ്പം കരളിൽ പ്രതിഷ്ഠിച്ചിരുന്ന വർക്കിച്ചൻ്റെ ചതിയിൽ പാവം മാത്യൂസ് കാലിടറി വീണു. ആടിന് പഴം നീട്ടുന്നതുപോലെ MLA ടിക്കറ്റ് വാഗ്ദാനം ചെയ്ത് മോഹിപ്പിച്ചു. ലക്ഷങ്ങൾ, കോടികൾ, ഒരു തരി മണ്ണ് പോലും ബാക്കി വയ്ക്കാതെ മുഴുവനും കൈവശപ്പെടുത്തി. ഇപ്പോൾ മന്ത്രിയായി വിലസുന്നു. അയാളൊന്ന് കാണട്ടെ, ജോർജ് മനസ്സിൽ കരുതി. എസ്റ്റേറ്റ് ബംഗ്ലാവിൻ്റെ മുറ്റത്ത് ജീപ്പ് നിന്നു. ബംഗ്ലാവിൻ്റെ രൂപവും ഭാവവും മാറിയിരിക്കുന്നു. പരിഷ്കരിച്ച് മോടി കൂട്ടിയിട്ടുണ്ട്. ഈ മുറ്റത്ത് പപ്പയോടൊപ്പം പലകുറി വന്നിട്ടുണ്ട്. വേനൽക്കാലത്തും ശൈത്യകാലത്തും ഇവിടെയായിരുന്നല്ലോ തങ്ങൾ ചെലവഴിച്ചിരുന്നത്. മാനിറച്ചിയും കാട്ടുതേനും അമ്മച്ചിയുടെ രുചിയേറിയ ഭക്ഷണവും പപ്പയുടെ പാട്ടും താളവും. കർത്താവെ, കണ്ണു നിറയുന്നല്ലോ. സണ്ണി ജീപ്പിലേക്ക് ചില ചാക്കുകെട്ടുകൾ കയറ്റി. ഒരു പെട്ടി സോഡയും ഒരു സഞ്ചി നിറയെ മദ്യക്കുപ്പികളോ അകത്തേക്ക് കൊണ്ടുപോയി. എന്നാൽ ഞാൻ പോട്ടെ, ധൃതിയുണ്ട്, സണ്ണി പറഞ്ഞ് തീരും മുമ്പേ ജീപ്പ് സ്റ്റാർട്ടായി. ഏറെ നേരം കാത്തു നിന്ന ശേഷമാണ് മന്ത്രിയെ കാണാൻ കഴിഞ്ഞത്. അതും അദ്ദേഹം പുറപ്പെടാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. ജോർജും ജോയിയും രണ്ടു കൂലി തൊഴിലാളികളെ പോലെ മന്ത്രിയുടെ ഓഫീസ് മുറിയിലേക്ക് കയറിയപ്പോൾ അവരുടെ കാലുകൾ വിറച്ചു. ഈ മുറിയിലെ മച്ചിൽ കാണുന്ന ഹുക്കിലാണ് പപ്പ തൂങ്ങി നിന്നത്. കർത്താവേ, കാത്തോളനെ, ജോയി മനസ്സിൽ പറഞ്ഞു. ആരാ? എന്തു വേണം? തൊഴിൽ കൈയുമായി നിൽക്കുന്ന യുവാക്കളോട് മന്ത്രി വർഗീസിൻ്റെ ചോദ്യം. ഞങ്ങൾ മാത്യൂസിൻ്റെ മക്കളാ, ജോയി പറഞ്ഞു. ഇത് കേട്ടത് മന്ത്രി വർഗീസിൻ്റെ മുഖമായിരുന്നു. കണ്ണുകൾ ചുവന്നു തുറച്ചു. മാത്യൂസിൻ്റെ മക്കൾ എന്തിനാ വന്നത്? മുഖത്ത് നോക്കാതെയുള്ള ചോദ്യം. വീടും പറമ്പും ജപ്തി ചെയ്യാൻ നോട്ടീസ് വന്നു. അതിന് ഞാനെന്ത് വേണം? ഞാനല്ലല്ലോ നോട്ടീസ് അയച്ചത്. സാർ ഞങ്ങളെ സഹായിക്കണം. സാറിൻ്റെ തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണല്ലോ പപ്പ പാടവും പറമ്പും ഈ എസ്റ്റേറ്റുമൊക്കെ വിറ്റതും പണയപ്പെടുത്തിയതും, ജോർജാണ് സംസാരിച്ചത്. എന്നാര് പറഞ്ഞു? മാത്യൂസ് പറഞ്ഞോ? ഇല്ലല്ലോ. അവൻ ധൂർത്തനും തികഞ്ഞ മദ്യപാനിയുമായിരുന്നു. ഞാൻ അവനെ ഗുണദോഷിച്ചു, ശാസിച്ചു. പക്ഷെ അവൻ കേട്ടില്ല. ഞാനതിന് MLA ടിക്കറ്റ് ഉറപ്പിച്ചായിരുന്നു. അവൻ്റെ സ്വഭാവ ദോഷം കൊണ്ട് അത് നഷ്ടമായി. അനുഭവിച്ചോളി. അവൻ കാരണം പാർട്ടിക്കും ചീത്തപ്പേരായി. എടാ ദ്രോഹി, ജോർജ് പാഞ്ഞു ചെന്ന് വർക്കിച്ചൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളി. അപ്പോഴേക്കും പോലീസുകാർ വന്ന് ജോർജിനെ പുറത്തേക്ക് വലിച്ചിഴച്ചു. ജോയി കരഞ്ഞുകൊണ്ട് അതിന് പിന്നാലെ ഓടി. വർക്കിച്ച, കർത്താവ് പൊറുക്കൂല ഈ ചതി, ജോയി വിളിച്ചു പറഞ്ഞു. അവനെ വിട്, രണ്ടിനെ എസ്റ്റേറ്റ് കടത്തി വിട്ടേക്ക്, തെമ്മാടികൾ. എസ്റ്റേറ്റിന് താഴെ നിരത്തിൽ പോലീസുകാർ ജോർജിനെ കഴുത്തിന് പിടിച്ച് പുറത്തേക്ക് തള്ളുകയായിരുന്നു. പിന്നാലെ ജോയിയെയും. ജീപ്പ് പാഞ്ഞുപോയി. റോഡരികിൽ കൈതക്കാടുകൾ പൂത്തു നിൽക്കുന്നു. ജോർജിൻ്റെ രോഷം കണ്ട് ഒരു വെള്ളില നിന്ന് ചിരിച്ചു. പോട്ടടാ, അവൻ അനുഭവിക്കും, ജോയി സമാധാനിപ്പിച്ചു. ഉവ്വ്, അവൻ അനുഭവിക്കും. അവനല്ല, നമ്മളാ അനുഭവിക്കാൻ പോകുന്നത്. ജോർജിൻ്റെ രോഷം അണപ്പൊട്ടി. ജോയി ഒന്നും മിണ്ടിയില്ല. അപ്പോഴും അവൻ്റെ മനസ്സ് കരയുന്നുണ്ടായിരുന്നു. ആരാണ് ഈ വർക്കിച്ചൻ? ഒരു കാലത്ത് മുരിങ്ങാമുട്ടെ ആശ്രിതൻ, തോട്ടത്തിലും വീട്ടിലും സർവ്വസാഹചര്യവും ഉണ്ടായിരുന്ന കാര്യസ്ഥൻ, ഇട്ടിമാപ്പിളയുടെ വിശ്വസ്തൻ. അന്നത്തിന് വകയില്ലാതെ ബുദ്ധിമുട്ടി കണ്ണീരുമായി മുരിങ്ങാമുട്ടിൽ തറവാടിൻ്റെ പിന്നാമ്പുറത്ത് ഒരിറക്കു കഞ്ഞിക്ക് വേണ്ടി കാത്തുകിടന്ന മറിയ പെമ്പിള്ളയുടെ അപ്പനില്ലാത്ത മകൻ. അവൻ പിന്നെ അക്ഷരം പഠിച്ചതും രാഷ്ട്രീയം പയറ്റി തുടങ്ങിയതും മുരിങ്ങാമുട്ടിൽ നിന്ന്. ആ കാലം മുതൽ സലോമി എന്ന മാലാഖയെ മോഹിച്ച് നടന്ന ചെകുത്താൻ. പക്ഷേ സലോമിയെ കിനാവ് കാണാനല്ലാതെ കയ്യെത്തി തൊടാനായില്ല. സലോമി രാജകുമാരിയായിരുന്നു, മുരിങ്ങാമുട്ടിലെ പൊന്നു തമ്പുരാട്ടി. അവൾ ദൈവഭയത്തോടെ വളർന്നു. മറ്റൊരാളും കണ്ണുവയ്ക്കാതെ കാത്തു സൂക്ഷിച്ച സലോമിയെ സ്വന്തമാക്കാൻ കഴിഞ്ഞത് മാത്യൂസിനാണ്. മാത്യൂസിന് വിദ്യാസമ്പന്നനും കുബേരപുത്രനുമായിരുന്നു. മാത്യൂസ് കുടുംബം സഭ ചട്ടപ്രകാരം ഇരു കൂട്ടരുമായി ആലോചിച്ച് സലോമിയുടെ കഴുത്തിൽ മിഞ്ഞുകെട്ടി. ആ മാത്യൂസിനെ തകർത്ത് സലോമിയെ സ്വന്തമാക്കാൻ വർഗീസ് ആഗ്രഹിച്ചു, മോഹിച്ചു, പദ്ധതിയിട്ടു. അതിനിടെ അയാൾ രാഷ്ട്രീയത്തിൽ ചേക്കേറി പകിട 12 കളിച്ച് കുതന്ത്രങ്ങളും കുതിർക്കാൽ വെട്ടുമായി പാർട്ടിയുടെ അമരക്കാരനായി. മാത്യൂസ് എന്ന യജമാനൻ വർഗീച്ചൻ എന്ന നേതാവിൻ്റെ സഹപ്രവർത്തകനായി, വിശ്വസ്തനായി, ആജ്ഞാനുവർത്തിയായി. ഒടുവിൽ പാർട്ടി നേതാവ് മുരിങ്ങാമൂട് മറന്നു. സലോമിയെ ഹൃദയത്തിലെ രൂപക്കൂടിൽ ഒളിപ്പിച്ചു. ഇതിനിടെ സലോമി തുരുത്തിലെ പ്രസവിച്ചു കൂട്ടി. ഒന്നിനു പിന്നാലെ ഒന്നായി 5 മുരിങ്ങാമൂടുമായുള്ള ബന്ധം, മാത്യൂസിൻ്റെ രാഷ്ട്രീയ വിധേയത്വം. പെറ്റുപെറ്റ് ശരീരം ഉടഞ്ഞു പോയെങ്കിലും മനസ്സിൽ എക്കാലവും പോത്തുനിന്ന സലോമിയോടുള്ള അഭിനിവേശം ഉള്ളിലൊതുക്കി വർഗീച്ചൻ മാത്യൂസിൻ്റെ
അടുക്കള വരെ കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം പിടിച്ചു പറ്റി. പക്ഷേ എന്തുകൊണ്ടോ സലോമി ആദ്യം മുതൽ തന്നെ വർക്കിച്ചനിൽ നിന്ന് വിട്ടുനിന്നു. അടുപ്പം കാട്ടിയില്ല. ഭർത്താവിൻ്റെ സ്നേഹിതനും നേതാവുമെന്നതിനപ്പുറം ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കരുതെന്ന് അവളുടെ ആത്മാവ് വിലക്കി. അയാൾ ആളത്ര ശരിയല്ലെന്നൊരു തോന്നൽ അവൾക്ക് അന്നുമുണ്ടായിരുന്നു. ഒരിക്കൽ അവളത് മാത്യുസിനോട് പറയുകയും ചെയ്തു. ഈ വർക്കിച്ചനെന്തിനാ മാത്യുസേ നിങ്ങളെ ഇങ്ങനെ അയാളുടെ പോക്കറ്റിൽ കൊണ്ട് നടക്കുന്നേ? എപ്പം നോക്കിയാലും നിങ്ങൾ അയാളുടെ വാലെ കാണും. സലോമി, നിന്റെ ഭർത്താവിനെ അതിരുവിടുന്നു. വർക്കിച്ചൻ ഞങ്ങളുടെ നേതാവാ. അയാൾ നിന്റെ മുരിങ്ങാമുട്ടിലെ അടിമയല്ല, കോൺഗ്രസ് പാർട്ടിയുടെ ലീഡറാ. ഓ ലീഡർ. അയാൾ നിങ്ങളുടെ കണ്ണിൽ വെള്ളം കയറ്റും. അപ്പോഴേ നിങ്ങൾ പഠിക്കൂ. പഠിക്കാനൊന്നുമില്ല സലോമി. അതായത് നിന്റെ കെട്ടിയവൻ നാളെ സ്ഥലം MLA ആണ്. അത് നീ മറക്കണ്ട. MLA ആ വർക്കിച്ചൻ്റെ വാക്കല്ലേ, കണ്ടറിയാം. MLA ആണോ പിച്ചക്കാരനാണോ എന്ന് ഒന്നോർത്തോ. അയാളെ അങ്ങനെ അങ്ങ് വിശ്വസിക്കണ്ട സലോമി. എനിക്ക് നിന്നേക്കാൾ വിശ്വാസമാണ് വർക്കിച്ചനെ. അയാൾ ചതിക്കില്ല. ഇല്ല, ചതിക്കില്ല, മാത്യൂസ് വിശ്വസിച്ചു. ആ മാത്യൂസിനെ ആണ് പ്രലോഭനങ്ങളിൽ പൊതിഞ്ഞ് അയാൾ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തിയത്. മാത്യൂസിൻ്റെ മക്കളും ഭാര്യയും പെരുവഴിയിലേക്ക് ആകെ പോകുന്നു. എരപ്പാളിയായി മുരിങ്ങാമൂട്ടിൽ തറവാടിൻ്റെ പിന്നാമ്പുറത്തുകൂടി അകത്ത് കടന്നവൻ എരന്നെരന്ന് എല്ലാം കൈക്കലാക്കി. നാടിൻ്റെ നായകനായി. ഒരുപക്ഷെ മാത്യൂസ് ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കും. എന്നിട്ടും അയാൾ അതെല്ലാം മനസ്സിൽ വച്ചതേയുള്ളൂ. അത്രമാത്രം അയാൾ വർക്കിച്ചൻ്റെ ചതിയിൽ കുടുങ്ങി. MLA സ്ഥാനമെന്ന മോഹത്തിൽപ്പെട്ടു. കഴുമരമാണ് ഒരുക്കുന്നതെന്നറിയാതെ പർദീസയുടെ സ്വപ്നവുമായി മാത്യൂസ് അതിൽ തലവെച്ചു കൊടുത്തു. വിശ്വസിക്കാൻ മാത്രമറിയാവുന്ന സലോമി ഭർത്തൃഹിതത്തിന് വഴങ്ങി. കുടുംബത്തിൻ്റെ സമാധാനം കാത്തു. അതിൻ്റെ ഫലമാണ് വർക്കിച്ചൻ നിർഭയം മാത്യൂസിൻ്റെ മക്കളുടെ മുഖത്തേക്ക് വാരിയെറിഞ്ഞത്. ഹലോ. രാത്രി 12 മണി കഴിഞ്ഞിരിക്കും. തലസ്ഥാന നഗരിയിൽ ഒരു കോൺഫറൻസിന് വന്നതാണ് ദേവുട്ടി. പരിപാടി കഴിഞ്ഞ് സുഹൃത്തുക്കളോടൊത്ത് ഭക്ഷണം കഴിഞ്ഞ് ഹോട്ടലിൽ തിരിച്ചെത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ബാഗിൽ നിന്ന് ഫോൺ എടുത്തു. കാലത്ത് മുതൽ സൈലൻ്റ് ആക്കിയിട്ടിരുന്ന ഫോൺ ഓൺ ചെയ്തു. ഐറിഷിൻ്റെ 14 കോളുകൾ. മണി 12 കഴിഞ്ഞു. രാവിലെ തിരിച്ചു വിളിക്കാമെന്ന് കരുതുമ്പോഴും ഐറിഷിൻ്റെ ഫോൺ വീണ്ടും വന്നു. മാഡം. ഐറിഷ് കരയുകയല്ല, അല്ലാതെ വിളിക്കുകയാണ്. കരയാതെ കാര്യം പറയുക ഐറിഷ്. മാഡം, ഞാനിപ്പോൾ ചെന്നൈയിലാണ്. മൂത്ത ബ്രദറിൻ്റെ ഭാര്യയ്ക്ക് ഗുരുതരമാണ്. ഞാൻ കൂടെ പോരേണ്ടി വന്നു. അപ്പോൾ സാറോ? സാറിൻ്റെ മക്കളെ കടത്തിക്കൊണ്ടുപോയി മാഡം. കടത്തിക്കൊണ്ടുപോയോ? എങ്ങോട്ട്? ഖത്തറിലേക്ക്. അവർ സാറിനെ കൊണ്ടുപോയി കൊല്ലും മാഡം. അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഹരീഷ്. എത്രയായാലും അവരുടെ ബാപ്പയല്ലേ. മാഡം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ ഹരീഷ്? തിരിച്ചു വാ. എന്നിട്ട് നമുക്ക് ആലോചിക്കാം. മാഡം, കമ്മീഷണറെ ഒന്ന് വിളിക്കാമോ? എന്ത് പറഞ്ഞ് വിളിക്കും? ഉമ്മയില്ലാത്ത മക്കൾ രണ്ടാം ഭാര്യയുടെ അഭാവത്തിൽ ബാപ്പയെ കൊണ്ടുപോയി. അതിനപ്പുറം എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ താനൊരു പെറ്റീഷൻ കൊടുക്ക്. പോലീസ് ഇടപെട്ടില്ലെങ്കിൽ ഞാൻ വിളിക്കാം. മാഡം, ഐറിഷ് കരയുകയാണ്. താനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എത്രയും വേഗം മടങ്ങി വാ, എന്നിട്ട് ആലോചിക്കാം. ദേവുട്ടി ഫോൺ കട്ട് ചെയ്തിട്ടോ. മനസ്സ് അശാന്തമായിരുന്നു. നാളെ ഹമീദ് ഹാജിയുടെ സുഹൃത്തുക്കളെ ഒന്ന് വിളിച്ചു നോക്കാം. അതുകൊണ്ട് വലിയ ഫലമൊന്നും ഉണ്ടാവില്ലെങ്കിലും വിവരങ്ങൾ അറിയാമല്ലോ. ഹമീദ് ഹാജിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് TC അക്ബറും ഡോക്ടർ റഹ്മാനും. ഒരാൾ ബിസിനസ്സുകാരനും മറ്റേയാൾ കലാശാല അധ്യാപകനുമാണ്. ഇവർ രണ്ടും ഹമീദ് ഹാജിയും അടങ്ങുന്ന ഒരു ഭരണസമിതി നടത്തുന്ന വിദ്യാഭ്യാസ സമുച്ചയം പട്ടണം വിട്ട് ഒരു ഗ്രാമത്തിൽ പതിറ്റാണ്ടുകളുടെ പ്രൗഢിയിൽ നിൽക്കുകയാണ്. യൂറോപ്യൻ മാതൃക അവലംബിക്കുന്ന അവിടുത്തെ പഠന പാഠ്യപദ്ധതികൾ കാര്യക്ഷമമായും സുതാര്യമായുമാണ് നടത്തിവരുന്നത്. അതുകൊണ്ട് സമ്പന്നരുടെ സന്തതികൾ പല കോഴ്സുകളിലായി അവിടെ പഠിക്കുന്നുണ്ട്. പ്രാഥമിക വിദ്യാലയം മുതൽ IAS കോച്ചിങ് സെൻറ്റർ വരെ ആ സ്ഥാപനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ നടത്തിപ്പിൽ TC അക്ബർ എന്ന TCയുടെ പക്വവും സേവന സന്നദ്ധയുമാണ് അതിൻ്റെ അടിക്കടിയുള്ള വളർച്ചയ്ക്ക് നിദാനം. ആ ബന്ധമാണ് TCക്കും ഡോക്ടർ റഹ്മാനും ഹമീദ് ഹാജിയോടുള്ള സൗഹൃദത്തിൻ്റെ കാതൽ. രോഗശയ്യയിൽ കിടക്കുന്ന ഭാര്യയെ മറന്ന് മറ്റൊരു പെണ്ണിനെ മോഹിച്ച ഹമീദിനോട് സുഹൃത്തുക്കൾക്ക് വെറുപ്പുണ്ടായിരുന്നു. പക്ഷേ പ്രിയ സുഹൃത്തിൻ്റെ ആഗ്രഹങ്ങൾ മാനിച്ച് അവർ ഒപ്പം നിന്നു. എന്നും ആത്മമിത്രങ്ങളായി, വിശ്വസ്തരായി. ഐറിഷ് അവരെ രണ്ടുപേരെയുമാണ് എല്ലാ പ്രതിസന്ധികളിലും ആശ്രയിച്ചിരുന്നത്. ഐറിഷിൻ്റെ സങ്കടങ്ങൾ മനസ്സിലാക്കുന്ന മനുഷ്യ സ്നേഹികളായിരുന്നു അവർ. യാദൃശ്ചികമായിട്ടായിരുന്നു ദേവുട്ടി അവരെ പരിചയപ്പെട്ടത്. ഹമീദ് സാബിറ ദമ്പതികളുടെ വിവാഹ വാർഷികത്തിന് അതിഥിയായി എത്തിയതായിരുന്നു ദേവുട്ടിയും മറ്റുള്ളവരും. TCക്ക, ഇതാണ് ഞാൻ പറഞ്ഞ ദേവുട്ടി മാഡം. വലിയ നേതാവാണേ. ആ, കേട്ടിട്ടുണ്ട്. ഡോക്ടർ റഹ്മാനും TCയെ ഒന്നിച്ചാണ് പറഞ്ഞത്. ഐറിഷ് എപ്പോഴും പറയാറുള്ള 2 പേരുകളാണ്. നിങ്ങൾ രണ്ടാളും നേരിൽ കാണാൻ കഴിഞ്ഞതിൽ സന്തോഷം. ദേവുട്ടി മന്ദഹസിച്ചു. ആ പരിചയം നല്ല സൗഹൃദത്തിലേക്ക് വളർന്നു. ഹമീദ് ഹാജിയുടെ സാമ്പത്തിക പ്രശ്നം സംസാരിക്കാൻ അങ്ങനെയാണ് 3 പേര് ഒത്തുകൂടിയത്. സാറിൻ്റെ മക്കൾ പറയുന്നത് ഞങ്ങളുടെ അക്കൗണ്ടിൽ കോടിക്കണക്കിന് രൂപയുണ്ടെന്നാ. സത്യമാണെന്ന് സാറ് പറയണം. ഐറിഷ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു. സത്യമാണോ ഹമീദ് ക? അസീസ് എന്നോട് പറഞ്ഞു 2.5 കോടി ഉണ്ടെന്ന്.
ഏയ് അത് ശരിയല്ല. കുറച്ച് പണം ഉണ്ടായിരുന്നു. അത് 75 ലക്ഷം ഹോട്ടലിൽ റിനോവേഷന് അസീസ് ലോൺ എടുത്തു. അതവൻ തിരിച്ചടച്ചില്ല. പിന്നെ 65 ലക്ഷം അവനെന്തോ ഒരു സ്വകാര്യ ആവശ്യം വന്നു. ഞാൻ തന്നെ അതെടുത്ത് കൊടുത്തു. ബാക്കിയൊന്നുമില്ല. അക്കൗണ്ടിൽ കാലിയാ. ലിസിക്ക, ഇപ്പോൾ സത്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞങ്ങളെങ്ങനെ ജീവിക്കും? സാറ് പറയണം. മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ്? ഈ വീടില്ലേ സാബിറ, എത്ര കുറഞ്ഞാലും 4 കോടി കിട്ടും. വിൽക്കണം. 2 പേർക്കും ജീവിക്കാൻ ഇത്ര വലിയ വീടെന്തിനാ? ടി.സിയാണ് സംസാരിച്ചത്. അത് പറ്റില്ല. ഇതിൻ്റെ ആധാരം കോടതിയിലാ, ഹമീദ് ഖാജി പറഞ്ഞു. കോടതിയിലോ? ഐറിഷ് ഞെട്ടി. എന്തിനാ ആധാരം കോടതിയിൽ വെച്ചത്? അൻവർ ഒരു കേസിൽ പെട്ടു. ജാമ്യത്തിലിറങ്ങാൻ 5 കോടി ക്യാഷ് ആയി കെട്ടി. അത്ര തന്നെ. ആൾജാമ്യം വേണമായിരുന്നു. അതിന് പകരം ആധാരമാണ് വച്ചിരിക്കുന്നത്. സാറേ, ഐറിഷ് തലയിൽ കൈകൊണ്ട് അടിച്ചുകൊണ്ട് വെറും നിലത്തെ ചടഞ്ഞിരുന്ന് കരയാൻ തുടങ്ങി. എന്തിനാ സാറേ എന്നോട് ഈ ചതി ചെയ്തത്? അതിന് നീ മോങ്ങുന്നത് എന്തിനാ? നായ പോലെ. കേസ് തീരുന്ന മുറയ്ക്ക് ആധാരം തിരിച്ചു കിട്ടില്ലേ? കിട്ടിയിട്ടും കാര്യമില്ല. അത് മോൾക്ക് കൊടുത്തതല്ലേ. അത് വേണ്ടിയിരുന്നില്ല ഹമീദ് ഖാ, ഡോക്ടർ റഹ്മാൻ പറഞ്ഞു. അവൻ എൻ്റെ മോനാ. അവനൊരു ആവശ്യം വന്നാൽ ഞാനത് ചെയ്യേണ്ടതാണോ? ഹമീദ് ഖാജി ന്യായീകരിച്ചു. ഹമീദ് ഖാ, അതിന് വേണമെങ്കിൽ നിങ്ങളുടെ അല്ല, അവരുടെ പക്കൽ എത്രയോ പ്രോപ്പർട്ടികളുണ്ട്. പണമുണ്ടല്ലോ. അതിലെന്തെങ്കിലും. അതിലേക്ക് കിടക്കണ്ട, അസീസ് പറഞ്ഞു. ഈ ആധാരം മതിയെന്ന്. ഞാനത് കൊടുത്തു. അത്ര തന്നെ. ഈ വീട് വിൽക്കാനല്ലേ നിങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ മനസ്സിലായല്ലോ. ഇദ്ദേഹം എന്തിനാണിങ്ങനെ എന്നെ ദ്രോഹിക്കുന്നത്? ഐറിഷ് കരയുകയാണ്. സാരമില്ല ഐറിഷ്, ഇതൊക്കെ പഠിച്ചവൻ്റെ കണക്കാ. അല്ല ഹമീദ് ഖാ, ടി.സി ഐറിഷിനോട് കാര്യമായിട്ടും ഹമീദിനോട് പരിഹാസത്തിലുമാണ് സംസാരിച്ചത്. അപ്പോൾ നമ്മളിനി ഇവിടെ ഇരുന്നിട്ട് കാര്യമില്ല. നമുക്കിറങ്ങാം. ടി.സി, എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പോകണം. ഡോക്ടർ റഹ്മാൻ എഴുന്നേറ്റു. ശരി, ഞാനും ഇറങ്ങുന്നു. മാഡം എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നത്? ടി.സി ചോദിച്ചു. കണ്ണുപൊട്ടനോട് വഴി ചോദിക്കുന്നത് പോലെയല്ലേ ടി.സി നമ്മൾ? ഇദ്ദേഹം കള്ളനെ കാണിക്കുകയുമില്ല, ചൂട്ട് തെളിയിക്കുകയുമില്ല. പിന്നെ നമ്മളെന്ത് ചെയ്യും? ദേവുട്ടി ക്ഷിപ്തയായി. അങ്ങനെയൊന്നുമില്ല, ഞാനെല്ലാം ശരിയാക്കാം. ഹാജിയാർ ചിരിച്ചു. ഓ, നിങ്ങൾ ശരിയാക്കും. ഈ നിൽക്കുന്ന ഐറിഷിനോട് ഞങ്ങൾക്കെന്ത് കടപ്പാട്? പക്ഷെ നിങ്ങൾക്കോ? ഒരു പാവം പെണ്ണിൻ്റെ ജീവിതം എറിഞ്ഞുടച്ചു. അവൾക്ക് നിങ്ങളിനി എന്തു കൊടുത്താലും അതിന് പകരമാവില്ല. പിന്നെ ഞങ്ങൾ, നിങ്ങളുടെ സുഹൃത്തുക്കൾ, ഇതിൽ ഇടപെടുന്നത് കേവലം മനുഷ്യത്വം കൊണ്ട് മാത്രമാണ്. മനസ്സിലായോ? ദേവുട്ടിയുടെ തോളത്ത് തലച്ചായ്ച്ച് കരഞ്ഞുകൊണ്ടിരുന്ന ഐറിഷ് പൊടുന്നനെ എഴുന്നേറ്റ് നിന്നു. എനിക്ക് നിങ്ങളുടെ ഒന്നും വേണ്ട. എൻ്റെ ജീവിതത്തിൻ്റെ വിലയായി എനിക്ക് ഒരു നേരത്തെ ഭക്ഷണം തരാൻ നിങ്ങൾക്ക് പറ്റുമോ? അതിന് വഴിയുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഐറിഷ് പിന്നെയും കരയാൻ തുടങ്ങി. സാറേ, നമുക്ക് ആ ഹോട്ടലിൻ്റെ പവർ ഓഫ് അറ്റോർണി ക്യാൻസലാക്കാൻ ഒരു പെറ്റീഷൻ കൊടുത്താലോ? ദേവുട്ടി ഹാജിയാരുടെ കൈ പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാൻ ആ പവർ ഓഫ് അറ്റോർണി ക്യാൻസലാക്കി. അസീസിന് തീരാധാരം കൊടുത്തു. അവൻ എൻ്റെ കയ്യിൽ നിന്ന് അത് എഴുതി വാങ്ങി. കർത്താവേ, ഞാൻ എന്തായി കേൾക്കുന്നത്? ഈ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഹോട്ടലിൽ നിന്നാണ് കൊണ്ടുവന്നിരുന്നത്. ഗ്യാസും പെട്രോളും വൈദ്യുതി വെള്ളം എല്ലാ ബില്ലും അടച്ചിരുന്നത് ഹോട്ടലിൽ നിന്നായിരുന്നു. കഴിഞ്ഞ 2 മാസമായി അത് പൂർണ്ണമായും നിർത്തിയിരിക്കുക. ഞാനിനി എന്തു ചെയ്യും? ഐറിഷ് പൊട്ടിക്കരഞ്ഞു. ഇതൊക്കെ സത്യമാണോ ഹമീദ് ഖാ? ടി.സി ചോദിച്ചു. ഹാജിയാർ മിണ്ടിയില്ല. മുഖം കുഞ്ചിരിക്കുകയാണ്. കഴിഞ്ഞ ആഴ്ച വരെ സാറിൻ്റെ കാർ ഇവിടെ ഉണ്ടായിരുന്നു. 1 കോടി രൂപ വിലയുള്ള കാറാ. ഐറിഷ്, അതിന് നിനക്കെന്താ? എൻ്റെ പണം കൊണ്ട് വാങ്ങിയതല്ലേ? ഹാജിയാർ ക്ഷുബ്ധനായി. അതെ, സാറിൻ്റെ പണം കൊണ്ട് വാങ്ങിയതാ. കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ നിന്ന് സാറിനെ കൊണ്ട് വന്നതാ. സാറിനെ ഇവിടെ ഇറക്കി വിട്ടിട്ട് ഡ്രൈവർ കാർ കൊണ്ട് പോയി കളഞ്ഞു. ശരിയാണോ ഹമീദ് ഖാ? ഡോക്ടർ റഹ്മാൻ്റെ ചോദ്യം. ശരി തന്നെ. അതെൻ്റെ 4ാമത്തവൻ ജലീലിൻ്റെ പേരിലാണ് ഞാൻ വാങ്ങിയത്. അത് അവന് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. അത്ര തന്നെ. അപ്പോൾ നിങ്ങൾക്ക് യാത്ര ചെയ്യണ്ടേ? അതിനെന്ത് ചെയ്യും? ഹോട്ടലിൽ വാടകയ്ക്ക് കൊടുക്കുന്ന വണ്ടികളുണ്ട്. ഞാൻ വിളിച്ച് പറഞ്ഞാൽ അത് വരും. കഷ്ടം. ആ വണ്ടിയെങ്കിലും നിങ്ങൾക്ക് കൈവശം വെച്ചുവിടായിരുന്നോ സാറേ? ദേവുട്ടി ചോദിച്ചു. ഹാജിയാർ മിണ്ടിയില്ല. എങ്ങനെ ജീവിച്ച മനുഷ്യനാ? നിങ്ങൾ എന്തിനിങ്ങനെ നശിക്കുന്നു? ഹമീദ് ഖാ, ടി.സി തലയിൽ കൈവച്ച് പോയി. കണ്ട സമ്പത്തത്രയും വാരിക്കൂട്ടിയ നിങ്ങൾക്ക് ഒരു നേരത്തെ കഞ്ഞി തരാത്ത മക്കളോട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിധേയത്വം കാണിക്കുന്നത്? കഷ്ടം തന്നെ. ടി.സി പരിതപിച്ചു. കഴിഞ്ഞ ദിവസം ഓട്ടോറിക്ഷയിലാണ് ഞാൻ സാറിനെ കൊണ്ട് ആശുപത്രിയിൽ പോയത്. ഡോക്ടർ ചോദിച്ചു സാറിൻ്റെ ബെൻസ് എവിടെയെന്ന്. ഐറിഷിൻ്റെ ചതഞ്ഞ ശബ്ദം. ഹാജിയാർ മെല്ലെ എഴുന്നേറ്റ് ഐറിഷിൻ്റെ അടുത്തേക്ക് ചെന്നു. നീ വിഷമിക്കേണ്ട. ഞാൻ അൻവറിനെ വിളിക്കാം. കുറച്ച് പണം ചോദിക്കാം. ഞാൻ ഇടപെടട്ടെ ഹമീദ് ഖാ? ടി.സി ചോദിച്ചു. വേണ്ട വേണ്ട, അത് അവന് ഇഷ്ടമാവില്ല. ഞാൻ തന്നെ ചോദിച്ചു വാങ്ങിക്കാം. എങ്കിൽ വിളിക്കേ, ഇപ്പോൾ തന്നെ വിളിക്കേ. ഇപ്പോൾ വേണ്ട, ഞാൻ പിന്നെ വിളിച്ചോളാം. എന്താ ഇപ്പോൾ വിളിച്ചാൽ? അവൻ ഓഫീസിലായിരിക്കും. ഹമീദ് ഖാ, ഞാനൊന്ന് ചോദിക്കട്ടെ? നിങ്ങളുടെ കമ്പനിയുടെ സ്പോൺസർ ഉണ്ടല്ലോ, ആസാദ് ഫസൽ, ഞാൻ അയാളുമായി ഒന്ന് സംസാരിക്കട്ടെ? ടി.സി പിന്നെയും ചോദിച്ചു. പഠിച്ചോനെ, അതൊന്നും വേണ്ട. കുട്ടികൾക്കത് വലിയ പ്രശ്നമാവും. അതേ ചൊല്ലി ഹാജിയാരും ടി.സിയും തമ്മിൽ വലിയ വാക്കുതർക്കം തന്നെ നടന്നു. പക്ഷേ അതിൽ നിന്നൊക്കെ ഒരു കാര്യം വ്യക്തമായിരുന്നു. ഹമീദ് ഹാജി തനിക്ക് ജീവിക്കാൻ വേണ്ടി ഒരെണ്ണ പോലും മക്കളോട് ചോദിക്കില്ല എന്ന് തീർച്ചയായിരുന്നു. അന്ന് അസീസ് തന്നോട് പറഞ്ഞ കാര്യം ദേവുട്ടി ഓർമ്മിച്ചു.
വിളിച്ചു കയറ്റിയവൾക്ക് എന്തെങ്കിലും കൊടുക്കണമെന്ന് ബാപ്പയ്ക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാ കൊടുക്കുന്നത്? ശരിയുമാണത്. അവർക്കെന്തിനാ അത്ര വലിയ വീട്? അതങ്ങ് വിൽക്കട്ടെ. താമസിക്കാൻ ഒരു ചെറിയ വീട് പോരെ? അസീസിൻ്റെ ചോദ്യം. ഇക്കണ്ട സമ്പത്ത് അത്രയും ഉണ്ടാക്കിയ ഒരാൾ താമസിക്കുന്ന വീടാണിത്. അവരൊക്കെ ഉണ്ടാക്കിയിരുന്ന വീടിനേക്കാൾ എത്രയോ ചെറിയതാണ് ഈ വീട്. എന്നിട്ടിപ്പോൾ ഇതും വിൽക്കുന്നോ? ഐറിഷ് ഇടയ്ക്ക് കയറി ചോദിച്ചു. അതിനാരും മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഞങ്ങൾ ഇറങ്ങുകയാണ് ഹമീദ്ക്ക. നിങ്ങൾക്ക് പണത്തിൻ്റെ വല്ല ആവശ്യമുണ്ടോ? ഹാജിയാർ പെട്ടെന്ന് ഐറിഷിൻ്റെ മുഖത്തേക്ക് നോക്കി. ഐറിഷ് മുഖം തിരിച്ചു കളഞ്ഞു. ഒരു 50,000 കിട്ടിയാൽ നന്നായിരുന്നു. നമ്മുടെ സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തരാം. റെസിപ്റ്റ് വേണം. TC മയമില്ലാതെ പറഞ്ഞു. അത് കേട്ട് ഹമീദ് ഹാജിയാർ നടുങ്ങിക്കാണും. അതിൻ്റെ ചെയർമാനും സ്ഥാപകനുമായ ഒരാളാണ് ഹാജിയാർ. സമ്പാദിച്ചത് അത്രയും മക്കളുടെ പേരിൽ ചാർത്തി കൊടുത്തപ്പോൾ ഒരുപക്ഷെ ഹാജിയാർ ഓർത്തിരിക്കില്ല ഈ ഗതി വരുമെന്ന്. എല്ലാം ഈ ഒരുവളെ ഭയന്നിട്ടാണ്. എല്ലാം കൈക്കലാക്കി അവൾ ഓടിക്കളഞ്ഞാലോ? കൂട്ടുകാരൊക്കെ എപ്പോഴും ഓർമ്മപ്പെടുത്തിയതും അതാണ്. അവൾ ചെറുപ്പമാണ്, വിശ്വസിക്കരുത്. നിങ്ങളുടെ കയ്യിലുള്ളതെല്ലാം കൈക്കലാക്കി അവൾ കടന്നു കളഞ്ഞാലോ? അതുകൊണ്ടാണ് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചു. എല്ലാം അനുഭവിക്കേണ്ടവർ മക്കളാണ്. അവരുടെ പേർക്ക് എഴുതി വെച്ചാൽ സമ്പാദ്യം സുരക്ഷിതമാവുമല്ലോ. അതുകൊണ്ട് തനിക്ക് കഴിഞ്ഞുകൂടാൻ ഒരു തൊട്ടുപോലും ബാക്കി വയ്ക്കാതെ മുഴുവനും അവർക്കായി കൈവിട്ടു കൊടുത്തു. ബാങ്ക് ബാലൻസിൽ നിന്നും വായ്പയായും അവശേഷിച്ചത് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയും അസീസ് സ്വന്തം ബാപ്പയെ ഒട്ടക്കാലണ പോലെ വലിച്ചെറിഞ്ഞു. അവരെ എതിർക്കാൻ ഹാജിയാർക്കും ആവുന്നില്ല. ഒന്ന് ഡോക്ടറെ കാണിക്കാൻ പോലും ഗതിയില്ലാതെ അയാൾ കുഴങ്ങുന്നു. ഐറിഷ് കയ്യിലുണ്ടായിരുന്ന ആഭരണങ്ങളെല്ലാം വിറ്റ് ഇല്ലായ്മയറിയാതെ ഹാജിയാരെ സംരക്ഷിക്കുന്നു. ഇതെത്ര കാലം? അതെ, ഇതെത്ര കാലം? ഐറിഷ് സാറിനെ കൊണ്ട് ആഡിയോയ്ക്കൊരു പെറ്റീഷൻ കൊടുപ്പിച്ച് നോക്ക്, ദേവുട്ടി നിർദ്ദേശിച്ചു. പറ്റില്ല മാഡം, സാർ അതിന് തയ്യാറാവൂല. എന്തുകൊണ്ടില്ല? പ്രായമായ മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾക്ക് കൊടിയ ശിക്ഷയാണ്. മാത്രമല്ല നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ തിരിച്ചു തരേണ്ടിയും വരും, ദേവുട്ടി അഭിപ്രായപ്പെട്ടു. അതൊന്നും വേണ്ട, ഞാൻ പെറ്റീഷനൊന്നും കൊടുക്കൂല, ഹാജിയാർ തറപ്പിച്ച് പറഞ്ഞു. ഐറിഷ്, ഈ പ്രശ്നത്തിന് ഒരു പരിഹാരമുണ്ടാക്കാനുള്ള വഴികളൊക്കെ നിങ്ങൾ രണ്ടാളും കൂടി കൊട്ടിയിറക്കിയ. ഇനി ഞാനെന്ത് ചെയ്യണം? മാഡം, എന്നെ വിട്ടുകളയരുത്. വിടാതെ പിന്നെ പിടിച്ചുകൊണ്ടിരുന്നിട്ട് എന്ത് കാര്യം? എനിക്ക് നിയമത്തിൻ്റെ വഴിയേ അറിയൂ. പിന്നെയുള്ളത് സമരമാണ്. അതിന് താൻ എനിക്കൊരു പരാതി എഴുതി തരണം. പറ്റുമോ? ദേവുട്ടി ചോദിച്ചു. അയ്യോ, അത് പറ്റൂല. സാറിന് നാണക്കേടാവും, ഐറിഷ് പറഞ്ഞു. എങ്കിൽ പിന്നെ താൻ നേരിട്ടൊരു കേസ് കൊടുക്ക്. പറ്റുമോ? ഞാനൊരു വക്കീലിനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിന് സാറ് കൂടി സമ്മതിക്കണം, ഐറിഷ്. ആ, എളുപ്പമായി. എൻ്റെ ഐറിഷ്, അയാൾ തൻ്റെ മക്കൾക്കെതിരെ ഒരു ചെറു വിരൽ അനക്കൂല. അതിനുള്ള പൂതി നീ മറന്നേക്ക്, ദേവുട്ടി ക്ഷോഭത്തോടെ പറഞ്ഞു. മാഡം, ഞാനിനി എന്ത് ചെയ്യും? എന്താന്ന് വെച്ചാൽ ചെയ്യേ, ഞാനിറങ്ങുന്നു, ദേവുട്ടി ധൃതിയിൽ യാത്ര പറഞ്ഞിറങ്ങി. ഹലോ ഐറിഷ്, സമയം എത്രയായി? 12 മണി. ഐറിഷ് ക്ലോക്കിൽ നോക്കി. ആരാണീ പാതിരാത്രിക്ക്? ഐറിഷ് എഴുന്നേറ്റ് ചാർജ് ചെയ്യാനായിട്ടിരുന്ന ഫോൺ എടുത്ത്. ഹലോ ഹലോ നവീൻ, എന്തൊരു കഷ്ടമാണിത്. ഇവൻ എന്നെയും കൊണ്ടേ പോകുന്ന തോന്നുന്നത്, ഐറിഷ് മനസ്സിലോർത്തു. അസഹിഷ്ണുതയോടെയാണ് ഫോൺ എടുത്തത്. ഹലോ, ആരാ? ഐറിഷ് മയമില്ലാതെയാണ് ചോദിച്ചത്. ഞാനാ, നവീൻ. തരളമായ ശബ്ദം. റോങ് നമ്പർ. ഐറിഷ് ഫോൺ ഓഫാക്കി കിടക്കയിലിരുന്നു. കർത്താവേ, ഇതെന്ത് പരീക്ഷണം! നവീൻ എൻ്റെ ഓർമ്മകളെ കുത്തിപ്പൊക്കി ഹൃദയം തകർക്കുകയാണ്. തൻ്റെ ജീവിതം ഇനിയൊരു പിന്മടക്കമില്ലാത്ത വിധം ഉലഞ്ഞു പോയിരിക്കുന്നു. തുഴയാറ്റ തോണി പോലെ തൻ്റെ ജീവിതം കടലാഴങ്ങളിലേക്ക് പതിച്ചുകൊണ്ടിരിക്കുന്നത് അവൻ അറിയില്ലല്ലോ. മനസ്സിപ്പോൾ പ്രക്ഷുബ്ധമാണ്. കിനാവിലൂറി നിന്ന മോഹങ്ങളൊന്നും സഫലമായില്ല. ഒന്നിക്കണമെന്ന് അകമേ കരുതിയിരുന്നവൻ അനാഥയായി അലയാൻ താൻ കാരണക്കാരിയായി. അവനോട് എന്നെ പറഞ്ഞിരുന്നതാണ് തൻ്റെ വഴി വേറെയാണെന്ന്. കേട്ടില്ല. മാത്രവുമല്ല, പ്രതീക്ഷയോടെ അവൻ തൻ്റെ നിഴൽ പോലെ കൂടെ നടക്കുകയും ചെയ്തു. എന്തൊരു വിഡ്ഢിത്തമാണ് അവൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഐറിഷ് പഴയ ഐറിഷ് അല്ല. ഇന്നവൾ എല്ലാ അർത്ഥത്തിലും മറ്റൊരു വ്യക്തിയാണ്. ഭാര്യയാണോ? അല്ല. കന്യാസ്ത്രീയാണോ? അല്ല. കാമുകിയാണോ? അല്ലേ? അല്ല. മനുഷ്യകുലത്തിന് പോലും അപവാദമായ ഒരു ജീവിതത്തിൽ മുങ്ങിക്കിടക്കുകയാണവൾ. ഹമീദ് ഹാജിയെ വിവാഹം ചെയ്തപ്പോൾ അഭ്യുദയകാംക്ഷികൾ പറഞ്ഞു, കിട്ടാവുന്നതൊക്കെ പിടിച്ചു വാങ്ങിക്കൊള്ളണം. അസൂയാലുക്കൾ പറഞ്ഞു, അയാളുടെ സമ്പത്ത് തട്ടിയെടുക്കാൻ അവൾ കിഴവിനെ വല വീശി പിടിച്ചതാ. ആത്മമിത്രങ്ങൾ പറഞ്ഞു. ഐറിഷ്, നിന്റെ ജീവിതം വെച്ചുള്ള ചൂതാട്ടമാണിത്. അയാൾ ബിസിനസ്സുകാരനാ. നിന്റെ യൗവന അയാൾക്കൊരു ബിസിനസ് ഡീലാണ്. കരുതിക്കോ, ജീവിതമോ ഉണ്ടാവില്ല. ജീവിക്കാനുള്ള വകയെങ്കിലും കൈവശപ്പെടുത്തിക്കൊള്ളണം. എല്ലാ നാണക്കേടുകളും നെഞ്ചിൽ നെരിപ്പോട് എരിഞ്ഞപ്പോഴും ഒന്ന് മാത്രമേ ആശിച്ചുള്ളൂ, അദ്ദേഹത്തോടൊപ്പം സന്തോഷകരമായൊരു ജീവിതം. മാത്രമല്ല, സ്വന്തം ജീവിതത്തെക്കുറിച്ച് കരുതലുള്ള ഒരു ജീവിത പങ്കാളി സ്വന്തമായിരുന്ന ഒരു തൊഴിൽ പോലും തട്ടിത്തെറിപ്പിച്ചപ്പോൾ വിശ്വസിച്ചുപോയി. അദ്ദേഹം തന്നെ സംരക്ഷിച്ചുകൊള്ളും. സ്നേഹത്തിൻ്റെ, പരിലാളനയുടെ, പരിരക്ഷയുടെ ഒരു കവചമായി ഹമീദ് ഹാജി എന്ന രക്ഷകൻ ഒപ്പമുണ്ടാകുമെന്ന് വിശ്വസിച്ചു. നവീൻ എന്ന ചെറുപ്പക്കാരൻ്റെ പ്രണയാഭ്യർത്ഥനകളെല്ലാം തൻ്റെ കരൾ കുടനയിൽ വീണ് തുളുമ്പിയപ്പോഴും ഒരു നിശ്വാസത്തിൽ, അല്ല, ഒരു തുള്ളി കണ്ണീരിൽ എല്ലാം മായ്ച്ചു കളയുകയായിരുന്നു. ഐറിഷ്, നിന്റെ വിഷാദമൂർന്ന കണ്ണുകളും ഇരുണ്ട നിറവും സൂര്യകാന്തി പൂ പോലെ വിടർന്ന കണ്ണുകളും എൻ്റെ സ്വപ്നത്തിലല്ല, ആത്മാവിലാണ് ഒട്ടി നിൽക്കുന്നത്.
എൻ്റെ ശ്വാസനിശ്വാസങ്ങളിൽ പോലും നിൻ്റെ രൂപമാണ് നിറഞ്ഞിരിക്കുന്നത്. കോളേജിന് മുന്നിലെ കപ്പേളയിൽ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് നിന്ന ഐറിഷിൻ്റെ അടുത്ത് തന്നെ മറ്റൊരു മെഴുകുതിരി പോലെ എരിഞ്ഞുകൊണ്ടാണ് നവീൻ മന്ത്രിച്ചത്. മെഴുകുതിരി നാളത്തിൽ നിന്ന് മിഴി തിരിച്ച് ഐറിഷ് അപേക്ഷിച്ചു. നവീൻ, എന്നെ മറക്കണം. ഈ തിരിയിൽ നിന്ന് പിരിയുന്ന നാളം പോലെ ഞാനും നാളെ മറ്റൊരു നാളമായി മറ്റൊരു തിരിയിൽ ചെന്നു പറ്റും. അത് ദൈവവഴിയിലേക്കുള്ള യാത്രയിലാണ് അവസാനിക്കുക. ഐറിഷ്, വേണ്ട ഐറിഷ്, താനില്ലാതെ. നവീൻ യാചിച്ചു. നവീൻ, നമ്മൾ പിരിയുകയാണ്. പിന്നാലെ വരരുത്. പ്ലീസ്, പ്ലീസ് നവീൻ. അവൻ കേട്ടില്ല. അവൻ്റെ അവിലാപം പാവം ഐറിഷും കേട്ടില്ല. അവൾ ഒട്ടും നനച്ചിരിക്കാതെ ഒരു അപ്പൂപ്പ താടി പോലെ പാറിപ്പോയി. ചെന്ന് പതിച്ചതോ അഗ്നികുണ്ഡത്തിൽ. ചിറകുകൾ കരിഞ്ഞു, സ്വപ്നങ്ങളും ശേഷിക്കുന്നത് ഐറിഷ് എന്ന പ്രഹേളിക. ഐറിഷ് ഒരു ദുസ്വപ്നമാണ്, അതോ പകൽ കിനാവോ? രണ്ടുമല്ല. ജീവിതത്തിൻ്റെ മഹാശൂന്യതയിൽ നിലയറ്റ് നിൽക്കുന്ന വെറും ഒരു പടുമരം. അതെ, പടുമരം. ദൈനംദിന ചെലവുകൾക്ക് മാർഗമില്ലാതെ ഐറിഷ് നട്ടുത്തിരികയാണ്. ജോലിക്കാരെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. ഒരു വാച്ച്മാൻ ഉണ്ടായിരുന്നതാണ്. അയാളെ അസീസ് തിരിച്ചു വിളിച്ചു. ഹാജിയാർക്ക് പ്രതിമാസം മരുന്നുകൾക്ക് മാത്രമായി ഏതാണ്ട് 10,000 രൂപ വേണം. ആ തുക ഹോട്ടലിൽ നിന്നാണ് എത്തിച്ചിരുന്നത്. അതെല്ലാം നിർത്തലാക്കിയ മക്കൾ ബാപ്പയ്ക്കോ ഒരു രൂപ പോലും കൊടുത്തു പോകരുതെന്ന് വിലക്കിയതായി മാനേജർ പറഞ്ഞു. പ്രായം 10-90 ഇനി മതി മരുന്നും ചികിത്സയുമൊക്കെ. ആ നസ്രാണി ഉണ്ടല്ലോ, ശുശ്രൂഷയൊക്കെ അവൾ നോക്കട്ടെ. തന്തപ്പിടിയോട് പറഞ്ഞേക്ക് ഒരെണ്ണ പാറ്റ ഗുളിക വാങ്ങാൻ കിട്ടില്ല എന്ന്. മാനേജർ ഹമീദ് ഹാജിയോട് നേരിട്ട് വന്നാണ് ആ വിവരം പറഞ്ഞത്. അപ്പോൾ ആ വൃദ്ധനയനങ്ങൾ ചുവന്ന് ചുരുങ്ങിപ്പോയി. കണ്ണുകൾ നനഞ്ഞില്ലെങ്കിലും മനസ്സിലാകെ കൊടുങ്കാറ്റടിക്കുകയായിരുന്നു. 20-ാം വയസ്സിൽ ഹാജിയുടെ നിക്കാഹ് കഴിയുമ്പോൾ വീട്ടുപടിക്കൽ ഗുംട്ടി വെച്ച് സോഡ സർബത്ത് വിൽപ്പനയായിരുന്നു. പിന്നെ വെറ്റില, അടയ്ക്ക, ബീഡി, സിഗരറ്റ്. പുകവലിക്കാർക്ക് സൗകര്യത്തിന് ഗുംട്ടിയിൽ മുന്നോട്ട് നീക്കിവെച്ച പലകയുടെ ഒരരികിൽ ഒരു കുഞ്ഞ് പാനീസ് കത്തിച്ചു വയ്ക്കുമായിരുന്നു. ചെറിയ തകര കഷ്ണം കൊണ്ട് മറിച്ച് കാറ്റിൽ കെടാതെ കത്തി നിന്ന ആ കുഞ്ഞു വെളിച്ചം പോലെ അയാളുടെ ജീവിതം ഇപ്പോൾ കരി പിടിച്ച് ചില്ലു ഗ്ലാസിനുള്ളിൽ മുഞ്ഞു കത്തുകയാണ്. വലിയങ്ങാടിയിൽ അരിക്കച്ചവടം ചെയ്തിരുന്ന ഓതക്കുട്ടി മാപ്പിളയുടെ ഒരു ചാർച്ചക്കാരൻ കനിഞ്ഞിട്ടാണ് ചെറിയ കാശ് കൊടുത്ത് ഹമീദ് പത്തമ്മാറ്റിയിൽ കയറി കടൽ കടന്നത്. പിന്നീട് പോലീസിന്റെ പിടിയിൽപ്പെടാതെ മണൽക്കാടുകളിലൂടെ എരിയുന്ന മനസ്സും പൊരിയുന്ന വയറുമായി തൊഴിലന്വേഷിച്ച് നടന്ന നാളുകൾ. ഹമീദ് ഹാജിയുടെ ഹൃദയം ഇളകി മറിയുകയാണ്. അറബിയുടെ ഈന്തപ്പനത്തോട്ടത്തിൽ തുടങ്ങിയ അധ്വാനമാണ് ലോകത്ത് പല രാജ്യങ്ങളിലായി പരന്നു കിടക്കുന്ന ബിസിനസ് സാമ്രാജ്യം. എല്ലാം കൂടി കണക്ക് കൂട്ടിയാൽ 3000 കോടിയിലധികം വരും. എല്ലാം മക്കൾക്ക് വാരി കൊടുത്തു. സ്നേഹവും സമ്പത്തും വിശ്വാസവും കൊണ്ട് മക്കൾക്ക് സമ്പത്തിൻ്റെ പർദീസം ഒരുക്കി. അവരുടെ ഒരു ഇഷ്ടത്തിനും എതിര് നിന്നില്ല. ഒടുവിൽ ഹാജിയാർക്ക് സ്വന്തമായി ഒരു ഇഷ്ടമുണ്ടായി. അവൾ ഐറിഷ് അല്ല, സാബിറ. അവളോട് തോന്നിയ ഒരു ഇഷ്ടം, അതവളെ സ്വന്തമാക്കണമെന്ന മോഹത്തിനപ്പുറം അവൾ തൻ്റെ ഹൃദയത്തിൽ ഊഷ്മളമായ ഒരു ചലനം ഉണ്ടാക്കുന്നത് എന്താണെന്ന് പോലും പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. 8 മക്കളെ തന്ന സ്വന്തം ബേബിക്കോ സൗന്ദര്യത്തിൻ്റെ നിറകുളമായിരുന്ന സലോമിക്കോ താൻ പരിചയപ്പെട്ട മറ്റ് അനേകം സ്ത്രീകൾക്കോ തൻ്റെ മനസ്സിനെ തൊടാൻ കഴിയാതെ പോയപ്പോൾ ഇവൾ തൻ്റെ അപേക്ഷ കേട്ട് തൻ്റെ ഇംഗിതത്തിന് വഴങ്ങി തൻ്റെ കാൽ കീഴിലേക്ക് പതറി വീണ ഐറിഷ് എന്ന സാബിറ. അവളൊന്നും തന്നോട് ആവശ്യപ്പെട്ടില്ല. തൻ്റെ ഭാരിച്ച സമ്പത്തിൽ കണ്ണുവച്ചില്ല. ഭാര്യ എന്ന നിലയിൽ അവകാശം ഉന്നയിച്ചില്ല. ഒന്ന് മാത്രം, പറഞ്ഞു ജീവിക്കാൻ സ്വന്തമായൊരു വരുമാനം. ഉയർന്ന വിദ്യാഭ്യാസവും ഉയർന്ന ജോലിയും ഉണ്ടായിരുന്നവളെ താനാണ് തൻ്റെ വരുതിക്ക് നിർത്താൻ അവൾക്കതെല്ലാം നഷ്ടമാക്കിയത്. സ്വന്തമായൊരു കിടപ്പാടം പോലുമില്ല. അവളുടെ യൗവനം തല്ലി ഉടച്ചത് താനാണ്. അവളുടെ ബലിഷ്ഠമായ ശരീരത്തെ ചവിട്ടി മെതിച്ചത് താനാണ്. അവളുടെ ആഗ്രഹങ്ങളെ, കുഞ്ഞു കുഞ്ഞു മോഹങ്ങളെ ചങ്ങലക്കിട്ടത് താനാണ്. തൻ്റെ മക്കൾ അവളെ അഭിസാരിക എന്ന് വിളിച്ച് ആക്ഷേപിക്കുമ്പോൾ താൻ മൗനം പാലിക്കുന്നു. അവൾക്ക് വേണ്ടി ഒരെണ്ണ പോലും കൊടുക്കരുതെന്ന് മക്കൾ താക്കീത് ചെയ്യുമ്പോൾ അതനുസരിക്കാൻ മാത്രമേ തനിക്ക് കഴിയുന്നുള്ളൂ. കഴിഞ്ഞ 1 വർഷമായി രോഗബാധിതമായി കിടക്കുന്ന തന്നെ ഒരു നോക്കു കാണാൻ പോലും മക്കളിൽ ഒരാളും വന്നിട്ടില്ല. തനിക്കൊരു വരുമാനവുമില്ല. പല ബിസിനസ്സിൽ നിന്നും നേരിട്ട് തൻ്റെ കയ്യിലെത്തേണ്ട പണം പോലും തൻ്റെ മകൾ വളഞ്ഞ വഴികളിലൂടെ തട്ടിയെടുക്കുന്നു. അവൾക്ക് വേണ്ടി എന്തെങ്കിലും അനുകൂലമായി പ്രവർത്തിച്ചാൽ തന്നെ കൊന്നുകളയുമെന്ന് അവർ ഭീഷണിപ്പെടുത്തുന്നു. വളരെ മോശമായ ഭാഷയിൽ അവർ തൻ്റെ നേർക്ക് വലിച്ചെറിയുന്ന അധിക്ഷേപങ്ങൾ താൻ നിശബ്ദമായി സഹിക്കുന്നു. കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു സംഭവം തനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. മക്കളോടും മരുമക്കളോടും കുറച്ച് പണം ആവശ്യപ്പെട്ടു, അപേക്ഷിച്ചു, യാചിച്ചു. 10 ലക്ഷം, 5 ലക്ഷം, 50,000, ഒടുവിൽ 5,000. ഇല്ല, തരില്ല. എല്ലാ മക്കൾക്കും ഒരേ സ്വരം. ആ നസ്രാൻഷിയെയും കൂട്ടി റോഡിലേക്ക് ഇറങ്ങിത്തേണ്ട്. അസീസാണ്. തൻ്റെ തൊണ്ട പൊട്ടുമെന്ന് തോന്നി. ആ നസ്രാണി വിചാരിച്ചാൽ പണം ഉണ്ടാക്കാനാണോ പ്രശ്നം? കൊഴുത്തുരുണ്ട നല്ല കറാച്ചി പശുവല്ലേ? 4-മത്തവൻ മജീദിൻ്റെ പരിഹാസം. ബാപ്പയ്ക്ക് നമ്മളെ വേണ്ടല്ലോ, പിന്നെന്തിനാ കായ് ചോദിക്കണേ? മകൾ, ഒരേ ഒരു മകൾ. 10 കിലോ സ്വർണവും 10 കോടി ഉറുപ്പികയും കൊടുത്ത് നിക്കാഹ് കഴിച്ചു വിട്ടവൾ ഉമ്മു കുൽസു. നിന്റെ പരിഭവം അല്ല, പരിഹാസം.
ആകസ്മികമായിട്ടാണ് ആ ഫോൺ കോൾ വന്നത്. ബഹ്റിനിലെ സൂപ്പർ മാർക്കറ്റിൽ നിന്നും മാനേജറാണ്, മലയാളിയായ മൂസാക്കുട്ടി. ഹലോ ഹമീദ് ക, ഒരു 2 ലക്ഷം അയക്കുന്നു. അസീസ് പറഞ്ഞു ഹമീദ് കക്ക് തരരുതെന്ന്. ഹോട്ടലിലെ മാനേജറുടെ പേർക്ക് അയക്കാനാണ് പറഞ്ഞത്. അതെന്തിനാ അങ്ങനെ? ആ പണത്തിന് വ്യവസ്ഥയുണ്ടാക്കിയിട്ടുണ്ട്. അതിന് എനിക്കോ എൻ്റെ ബീവി സാബ്രയ്ക്കോ ആണ് അവകാശം. പിന്നെ എന്തിനാ മാനേജറുടെ പേർക്ക് അയക്കുന്നത്? അതൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അസീസ് പറയുമ്പോലല്ലേ എനിക്ക് ചെയ്യാൻ പറ്റൂ. ഈ സീറ്റിലിരിക്കേണ്ട ഹമീദ് ക, മാനേജറോട് വാങ്ങിക്കോളൂ. ഞാൻ ഫോൺ വയ്ക്കട്ടെ? ടാക്സി വിളിച്ച് 60 കിലോമീറ്റർ അകലെയുള്ള മാനേജറുടെ വീട്ടിലേക്ക് പറന്നു. അവിടെ ചെന്നത് മാനേജർ പറഞ്ഞു, പണം തരണ്ടെന്ന് അസീസ് പറഞ്ഞു. അയാളുടെ അക്കൗണ്ടിൽ ഇട്ടേക്കാൻ. അതെങ്ങനെ ശരിയാവും? എനിക്ക് കിട്ടേണ്ട പണമാണത്. എൻ്റെ കയ്യിലൊരു പൈസ പോലുമില്ല, ഹമീദ് ഹാജി യാചിച്ചു. തന്തപ്പിടി ആ നസ്രാണി ചില കൈയും പിടിച്ച് തരട്ടെന്നാ അസീസ് പറഞ്ഞത്. ഞാനെന്ത് ചെയ്യും? പിന്നീടൊന്നും ഓർമ്മയുണ്ടായില്ല. ബോധം മറിഞ്ഞുപോയി. കണ്ണു തുറക്കുമ്പോൾ ആശുപത്രി കിടക്കയിൽ കണ്ണീരുമായി കാൽക്കൽ അവൾ, സാബിറ, അല്ല ഐറിഷ്. അവളൊന്നും ശബ്ദിച്ചില്ല. മാനേജറുടെ കയ്യിൽ നിന്ന് 2 ലക്ഷവും വാങ്ങി വരുന്ന തന്നെയും കാത്ത് വഴിവെക്കിൽ വാടകക്കാരിൽ കാത്തിരിക്കുകയായിരുന്നല്ലോ തൻ്റെ പാവം സാബിറ. അവളോട് താൻ എന്തു പറയും? അവൾ എപ്പോഴും പറയുമായിരുന്നു, നമുക്ക് ജീവിക്കാനുള്ളത് കരുതണേ എന്ന്. അവൾ തനിക്കുള്ളതെല്ലാം തട്ടിയെടുത്ത് കടന്നു കളയുമെന്ന് പലരും പറഞ്ഞ് പേടിപ്പിച്ചു. മക്കളെ വിശ്വസിച്ചു. അവർ തന്നെ സംരക്ഷിക്കുമെന്ന കണക്കുകൂട്ടൽ തെറ്റി. അവർ തന്നെ ചതിക്കുകയായിരുന്നു. തൻ്റെ സമ്പാദ്യം മുഴുവൻ അവർ തട്ടിയെടുത്തു. തന്നെ പിൻകാലുകൊണ്ട് തട്ടി പെരുവിളിലേക്ക് എറിഞ്ഞു. ഐറിഷ് കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഹാജിയാർക്കരികിലിരുന്നു. 2 ദിവസമായി അയാൾ കണ്ണുകൾ അടച്ചു കിടക്കുക തന്നെയാണ്. പതിവ് പോലെ ദിനചര്യകൾ നിർവഹിക്കാനോ നിസ്കരിക്കാനോ ഹാജിയാർ എഴുന്നേറ്റില്ല. മരുന്നുകളൊക്കെ മുടങ്ങി. ഐറിഷിൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം അത്രയും വിറ്റ് കഴിഞ്ഞിരിക്കുന്നു. ഇനി അവശേഷിക്കുന്നത് ഒരു ജോഡി കമ്മലും കഴുത്തിലൊരു ചെറിയ മാലയും മാത്രമാണ്. ഏതായാലും അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുപോകണം. നഗരത്തിലെ സ്റ്റാർ ഹോസ്പിറ്റലിൽ മാത്രം കാണിച്ച് ചികിത്സിച്ചിരുന്ന കോടീശ്വരനായ ഹമീദ് ഹാജിയെ സർക്കാർ ആശുപത്രിയിൽ കൊണ്ടുപോയാലോ എന്നാണ് ഐറിഷ് ആലോചിച്ചത്. വലിയ വലിയ ഹോസ്പിറ്റലുകൾ നടത്തിവരുന്ന ഹാജിയാരുടെ സുഹൃത്തുക്കളോട് അപേക്ഷിച്ചാൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ചികിത്സ ലഭിച്ചേക്കും. പക്ഷേ ഐറിഷിൻ്റെ അഭിമാനം അതിന് സമ്മതിക്കുന്നില്ല. അവൾ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ തൊട്ടു നോക്കി. നല്ല ടെമ്പറേച്ചറുണ്ട്. പൊന്നു, അവൾ വിളിച്ചു. അയാൾ വിളി കേട്ടു. എന്താണ് ഇങ്ങനെ കിടക്കുന്നത്? എനിക്ക് തീരെ വയ്യ. ഹാജിയാർ ഞരങ്ങി. സാരില്ല, ഞാൻ ടാക്സി വിളിച്ചിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ പോകാം. ഹാജിയാർ മൂളി. പിന്നെ കണ്ണു തുറന്ന് ഐറിഷിൻ്റെ തോളിൽ പിടിച്ച് നിവർന്നിരുന്നു. ടാക്സിയിലേക്ക് ഹാജിയാരെ എടുത്താണ് കയറ്റിയത്. ബോഡി വളരെ വീക്കാണ്. റെഗുലർ മരുന്നുകളൊക്കെ നിർത്തിയത് എന്തിനാ? ഡോക്ടർ ചോദിച്ചു. ഐറിഷ് മിണ്ടിയില്ല. അഡ്മിറ്റ് ചെയ്യണം, ഡോക്ടർ പറഞ്ഞു. വേണോ ഡോക്ടർ? ഐറിഷിൻ്റെ നെഞ്ച് പിടഞ്ഞു. പണമില്ല. ഹോട്ടലിലേക്ക് ബില്ല് അയക്കുകയാണ് പതിവ്. അങ്ങനെ ചെയ്യാം. 10 ദിവസമാണ് ഹാജിയാർ ഹോസ്പിറ്റലിൽ കിടന്നതും 10ാം ദിവസം പതിവ് പോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഹോട്ടലിലേക്ക് ബില്ല് അയച്ചു. പക്ഷേ മണിക്കൂറുകൾക്കകം ബില്ല് മടങ്ങി. എന്തുപറ്റി മാഡം? ബില്ല് മടക്കി അയച്ചിരിക്കുന്നു, ഡോക്ടർ ചോദിച്ചു. പണം കൊടുക്കണ്ടെന്ന് മക്കൾ പറഞ്ഞിരുന്നു. ആ ഇബ്ലീസിന് മുടക്കാൻ ഇനി പണമില്ല, അസീസാണ് തീർപ്പ് പറഞ്ഞത്. 3000 കോടി രൂപയുടെ സമ്പത്തുണ്ടാക്കിയ മനുഷ്യൻ. പത്തേമാരിയിൽ കടൽ കടന്ന കക്കയും ചിപ്പിയും ബീഡിയും വില കുറഞ്ഞ അത്രമൊക്കെ വഴിയോർത്ത് വെച്ച് വിറ്റു നടന്ന പാവം ഹമീദ്. വിസയും പാസ്പോർട്ടും ഇല്ലാതെ കടൽ കടന്ന് മണലാരണ്യത്തിൽ തെണ്ടി നടന്ന് പച്ചവെള്ളം കുടിച്ചും മരുക്കാറ്റ് വിഴുങ്ങിയും മലയാളികളുടെ കാരുണ്യത്തിൽ കാലം താണ്ടിയ ദാരിദ്ര്യനായ ഹമീദ്. വഴിയോര കച്ചവടത്തിൽ നിന്ന് ആരംഭിച്ച് ഹാജിയാർ. ഒന്നിനു പിറകെ ഒന്നായി ജനിച്ച 8 ആൺമക്കൾ. അസീസ് ഒഴിച്ച് മറ്റാരും തന്നെ 10ാം തരം കടന്നിട്ടില്ല. എല്ലാവരും കടൽ കടന്നു. ബാപ്പയുടെ സഹായികളായി, ബിസിനസ്സിൽ പങ്കാളികളായി. എല്ലാ സമ്പത്തും സ്വന്തം കൈപ്പടിയിൽ ഒതുക്കിയിരുന്ന ഹാജിയാർ ഐറിഷിനു വേണ്ടി, അവളെ സ്വന്തമാക്കാൻ വേണ്ടി മക്കളുടെ സമ്മതം തേടിയപ്പോൾ അവർ വച്ച കണ്ടീഷനാണ്. അവൾ ചെറുപ്പമാണ്, പോരാത്തതിന് നസ്രാണിച്ചിയും. തൊട്ടാൽ പൊട്ടുന്ന പ്രായം. അവൾ ജീവിക്കാൻ തുടങ്ങിയിട്ടില്ല. ബാപ്പയുടെ ജീവിതം തീരുകയാണ്. സ്വത്തെല്ലാം കൈവശപ്പെടുത്തി അവൾ കടന്നു കളയും. അതുകൊണ്ട് എല്ലാ സ്വത്തുക്കളും ഞങ്ങൾക്ക് എഴുതി തരണം. ശരിയാണ് മക്കൾ പറയുന്നത്. കോളേജിൽ അവൾക്ക് ഒരു ഇഷ്ടക്കാരനുണ്ട്, ഒരു കാഫർ, നവീൻ. സ്വത്തും കൈക്കലാക്കി അവൾ കടന്നു കളയും. തൻ്റെ സമ്പാദ്യം മക്കൾക്കുള്ളതാണ്. എന്തായാലും അവർക്കത് കൊടുക്കണം. ഐറിഷ് ചതിക്കില്ലായിരിക്കും, എന്നാലും റിസ്ക്കാണ്. മക്കളല്ലേ, അവർക്ക് കൊടുത്തേക്കാം. കൊടുത്തു, എല്ലാം കൊടുത്തു. ഓരോ കാരണം പറഞ്ഞ് നേർവഴിയും വളഞ്ഞ വഴിയും തൻ്റെ വിരൽ കുത്തിച്ച് എല്ലാം അവർ സ്വന്തമാക്കി. ഒന്നും കൊടുക്കാതെ പോയത് അവൾക്കാണ്. തന്നെ വിശ്വസിച്ച് തൻ്റെ വിളിക്കേട്ട് കൂടെ വന്നവൾ ഐറിഷ് എന്ന സാബിറ. അവൾ തന്നെ സ്നേഹിച്ചു, സേവിച്ചു, വിശ്വസിച്ചു. താനോ? അവളെ സ്നേഹിച്ചു എന്നത് നേര്, പക്ഷേ വിശ്വസിച്ചില്ല. മറിച്ച് ഒരു പുരുഷൻ്റെ ഭർത്താവിൻ്റെ കടമകൾ, ബാധ്യതകൾ, കുറഞ്ഞപക്ഷം ഒരൽപ്പം മനുഷ്യത്വമെങ്കിലും അവൾക്ക് നൽകിയില്ല. നൽകാൻ ശ്രമിച്ചില്ല. മക്കൾ, കുടുംബക്കാർ, സുഹൃത്തുക്കൾ, അഭ്യുദയകാംക്ഷികൾ എല്ലാവരും താക്കീത് നൽകി. അവൾ ചെറുപ്പമാണ്, എല്ലാം കൈക്കലാക്കി കടന്നു കളയും കരുതിയിരുന്നു. അതുമാത്രമോ? തൻ്റെ മക്കൾ, വിശേഷിച്ചും അസീസ്, അവളെ അഭിസാരികയെന്നാണ് വിളിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു തെരുവ് സ്ത്രീയെപ്പോലെ അവൻ അവളെ അധിക്ഷേപിച്ചിട്ടും അരുത് എന്ന് താൻ വിലക്കിയില്ല. തൻ്റെ മക്കൾ അവളുടെ മേൽ ചൊരിയുന്ന എല്ലാ നെറികെട്ട വാക്കുകളും താൻ മൗനമായി കേട്ടുകൊണ്ടിരിക്കുന്നു. എന്തോ താൻ അവരെ ഭയക്കുന്നു. തൻ്റെ സ്നേഹം മുഴുവൻ അവർക്ക് വാരി കൊടുക്കുമ്പോഴും അവർ കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒന്ന് ശബ്ദിക്കാൻ പോലും തനിക്കാവുന്നില്ല. ഒരു നേരത്തെ അന്നത്തിന് വഴിയില്ലാതെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഐറിഷ് എന്ന തൻ്റെ സാബിറയുടെ കണ്ണീരിന് മുന്നിൽ കൈമലർത്താനല്ലാതെ മക്കൾക്കെതിരെ കമോന്നക്ഷരം മിണ്ടാൻ തനിക്ക് കഴിയുന്നില്ല. ആശുപത്രിയിൽ നിന്നയച്ച ബില്ല് മടങ്ങി വന്നപ്പോൾ സാബിറയുടെ മുഖത്തേക്ക് നോക്കാനാവാതെ ഹമീദ് ഹാജി കണ്ണുകൾ അടച്ചു കളഞ്ഞു. ഐറിഷ് ആ ബില്ലും കയ്യിൽ പിടിച്ച് തെല്ലിട നിന്നു. പിന്നെ ധൃതിയിൽ പുറത്തേക്കിറങ്ങി. മടങ്ങി വരുമ്പോൾ അവളുടെ ഒഴിഞ്ഞ കഴുത്ത് ഹാജിയാർ ശ്രദ്ധിച്ചു. പക്ഷേ മിണ്ടിയില്ല. പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് വാങ്ങി ഐറിഷ് ഹാജിയാരെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങി. ആശുപത്രിയിൽ നിന്ന് വന്ന ശേഷം ഹാജിയാർ കണ്ണുകളടച്ച് ഒരേ കിടപ്പ് തന്നെയായിരുന്നു. ഐറിഷ് കണ്ണിമ ചിമ്മാതെ അയാൾക്കരികിൽ തന്നെയായിരുന്നു. കാറ്റ് വീശിക്കൊണ്ടിരുന്ന ആ പ്രഭാതത്തിൽ ഹാജിയാർ തനിയെ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ഐറിഷ് അയാളെ തൻ്റെ നെഞ്ചിലേക്ക് ചാരിയിരുത്തി. നീ എന്താണ് ഒന്നും മിണ്ടാത്തത് സാബിറ? ഹാജിയാരുടെ പതിഞ്ഞ ശബ്ദം. ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കങ്ങ് മരിച്ചാലോ എന്ന്. മരിക്കാനോ? ഹാജിയാർ അവളുടെ നെഞ്ചിൽ നിന്ന് അടർന്നു മാറിക്കൊണ്ട് ചോദിച്ചു. മറ്റെന്ത് വഴി? ഐറിഷ് ചോദിച്ചു. വഴിയുണ്ട്, പക്ഷേ നീ അതിന് സമ്മതിക്കണം. എന്ത് സമ്മതം? നമുക്കൊരുമിച്ച് മരിക്കാനാണോ? 100 വട്ടം സമ്മതം. അവൾ അയാളെ തൻ്റെ നെഞ്ചിൽ അണച്ചു പിടിച്ചു. അപ്പോൾ അവളുടെ മാറിടം പൊള്ളി പിടയുന്നത് അയാൾ അറിഞ്ഞു. അയാൾ ഒന്നുകൂടി അവളുടെ നെഞ്ചിലേക്ക് അമർന്നുകൊണ്ട് പതുക്കെ വിളിച്ചു. സാബിറ, ഞാനൊന്ന് പറയട്ടെ? പറഞ്ഞോളൂ. നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുക. സ്നേഹം, അത് ഞാൻ അനുഭവിച്ചു കൊണ്ടിരിക്കുകയല്ലേ. ഇനി ഇതിൽ കൂടുതൽ ആ സ്നേഹം എനിക്ക് താങ്ങാൻ വയ്യ സാറേ. നീ എന്നെ പരിഹസിക്കുകയാണോ? ഹാജിയാർ ധൃതിയിൽ ചോദിച്ചു. അയ്യോ, അങ്ങേപ്പോലെ ഒരു മനുഷ്യനെ ഞാനെങ്ങനെ പരിഹസിക്കും? പ്രിയ മക്കളുടെ ഒരാൾക്കൂട്ടം തന്നെയുണ്ട് അങ്ങയെ സ്നേഹിക്കാനും സംരക്ഷിക്കാനും. പിന്നെ ഞാൻ നിങ്ങളുടെ സ്വത്തെല്ലാം അടിച്ചു മാറ്റി എൻ്റെ ചെറുപ്പവും കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കൂടെ കടന്നുകളയാൻ തയ്യാറെടുക്കുന്ന ഒരു തട്ടിപ്പുകാരി, അഭിസാരിക. അങ്ങനെയുള്ള എനിക്ക് സാറിനെ പരിഹസിക്കാൻ പറ്റുമോ? പേടിക്കണ്ട. ഇനി അങ്ങയിൽ നിന്നും അടിച്ചു മാറ്റാൻ പറ്റുന്ന ഒന്നും തന്നെ ഇല്ലല്ലോ, ഒരു ചില്ലി പൈസ പോലും. അതുകൊണ്ട് ഞാൻ ഒരുത്തൻ്റെ കൂടെ പോയാലും സാറിന് നഷ്ടമൊന്നും ഉണ്ടാവില്ല. എന്നെ കൊണ്ടുപോകാൻ ചെറുപ്പക്കാരിങ്ങനെ ക്യൂ നിൽക്കുകയല്ലേ സാറേ? ഐറിഷ് അതും പറഞ്ഞ് പൊട്ടിച്ചിരിച്ചു. നിർത്ത് നിൻ്റെ ഈ ഭ്രാന്ത് പറച്ചിൽ. എനിക്ക് കേൾക്കണ്ട. എനിക്കൊന്നേ പറയാനുള്ളൂ, നീ രക്ഷപ്പെടണം. ആ നവീൻ. ഹാജിയാർ മുഴുമിപ്പിച്ചില്ല. നവീൻ? ഐറിഷ് ഹാജിയാരെ ഒറ്റ തള്ളു കൊടുത്തു. അയാൾ കിടക്കയിലേക്ക് മലർന്നു വീണു. ഐറിഷ് ചാടി എണീറ്റു. അവളുടെ മുടി അഴിഞ്ഞൊലിഞ്ഞ് മുഖത്തേക്ക് വീണ് കിടന്നു. ആ പേര് ഒരിക്കൽ കൂടി നിങ്ങൾ ഉച്ചരിച്ചാൽ നിങ്ങളുടെ നാവ് ഞാൻ പിഴുതെടുക്കും, ഓർത്തോ. എൻ്റെ കർത്താവ് തമ്പുരാൻ്റെ ഒപ്പം ഞാൻ ആരാധിക്കുന്ന ഒരു മനുഷ്യനാണത്. എന്നെ സ്നേഹിച്ചതിൻ്റെ പേരിൽ സ്വന്തം ജീവിതം സ്വയം കുരിശിലേറ്റിയവൻ. നിങ്ങളും നിങ്ങളുടെ മക്കളും കൂടി ചവിട്ടി അരച്ചു കളഞ്ഞ എൻ്റെ ജീവിതം ഇന്നും ഒരു നിധി പോലെ സൂക്ഷിക്കുന്ന ഒരു മനുഷ്യനെ മേലിൽ ഒരിക്കലും എൻ്റെ പേരുമായി ചേർത്ത് വയ്ക്കരുത്. ഇതെൻ്റെ താക്കീതാണ്, ഓർത്തോളൂ. ഐറിഷ് പറയുകയല്ല, അലറുകയായിരുന്നു. അവളുടെ കണ്ണുകൾ തുറിച്ച്, മൂക്ക് ചുവന്ന്, മുഖം വക്രിച്ച് ഒരു തേറ്റ പന്നിയെ പോലെ ഭീകരമായിരുന്നു. ഹാജിയാർ ഭീതിതനായി സ്തംഭിച്ചിരുന്നു. ഐറിഷിൻ്റെ സ്വഭാവം നഷ്ടപ്പെട്ട മൃഗീയമായ ചേഷ്ടകൾ കാണിച്ച് അവൾ ആ മുറിയിൽ ചുറ്റി നടന്നു. അവൾ ശ്വാസോച്ഛ്വാസം ചെയ്യുകയില്ല, മുക്രയിട്ടുകൊണ്ട് അങ്ങ് പരതുകയാണ് ചെയ്തത്. ഇടയ്ക്കിടയ്ക്ക് ഹാജിയാർക്കരികിൽ വന്ന് അയാളെ തുറച്ചു നോക്കും. പിന്നെ പൊട്ടിച്ചിരി കൊണ്ട് നിലത്ത് വീണ് നിലവിളിച്ചു. നവീൻ, എന്നോട് ക്ഷമിച്ചേക്ക് നവീൻ. തന്നോട് എനിക്ക് സ്നേഹത്തെക്കാൾ ഏറെ ബഹുമാനമായിരുന്നു, ആരാധനയായിരുന്നു. തൻ്റെ സാന്നിധ്യം എനിക്ക് വൈകാരികമായ പാരവശ്യമായിരുന്നില്ല, കൃത്യമായ സാന്ത്വനമായിരുന്നു, പ്രണയത്തിൻ്റെ പൂക്കുടയുമായിരുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി കാത്തുനിന്നത് നിങ്ങളുടെ ഒരു ജന്മം മുഴുവനാണ്. പക്ഷേ നവീൻ, ഞാൻ ഒരിക്കലും നിങ്ങൾക്ക് പ്രതീക്ഷ നൽകിയിരുന്നില്ല. എൻ്റെ കുടുംബത്തിൻ്റെ തകർച്ചയിൽ നിന്നും കരകയറ്റാൻ നീട്ടിയ കൈകളിൽ ഞാൻ എത്തിപ്പിടിച്ചു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സത്യം അതായിരുന്നില്ല. പക്ഷേ താനടക്കം ആരും അത് വിശ്വസിക്കില്ല. ആരെയും വിശ്വസിപ്പിക്കാൻ എനിക്ക് കഴിയുകയുമില്ല. ഞാൻ തന്നെ ആ സത്യത്തോട് പൊരുത്തപ്പെട്ടിട്ടില്ല. കാരണം കടപ്പാടിൻ്റെ പേരിൽ ആ വൃദ്ധ കുബേരൻ്റെ കെണിയിൽ ഞാൻ ചെന്ന് വീഴുകയായിരുന്നല്ലോ. ഇനിയൊരു പിന്മടക്കമില്ല. കന്യാസ്ത്രീ അവൻ നിയോഗിക്കപ്പെട്ട ഐറിഷ് എന്ന ക്രിസ്ത്യാനി പെണ്ണ് സാബിർ എന്ന പേരുമായി ഏതെങ്കിലും പള്ളിപ്പറമ്പിലെ മീസാൻ കല്ലിനടിയിലോ, അതുമല്ലെങ്കിൽ പിഴച്ച ക്രിസ്ത്യാനി പെണ്ണിന് പള്ളി കമ്മിറ്റി കൽപ്പിച്ചു തരുന്ന തെമ്മാടിക്കുഴിയിലോ ഒടുങ്ങുന്നുണ്ടാവും. എല്ലാം കാലം നിശ്ചയിക്കും. കാലമാണല്ലോ ഐറിഷിനെ കുബാര കുടുംബത്തിലെ പട്ടുമെത്തയിൽ നിന്ന് കോടീശ്വരൻ്റെ അക്കൽ താമയിലേക്ക് വലിച്ചെറിഞ്ഞത്. കൊന്തയും കുരിശും മരിച്ചു വീണപ്പോൾ നെറ്റിയിലെ നിസ്കാര തഴമ്പ് തെളിഞ്ഞു വന്നു. ആത്മീയചിതയുടെ അനുഭൂതിയിൽ നിന്ന് വികാര വിക്ഷോഭങ്ങളുടെ ചുടലിലേക്ക് തെറിച്ചു വീണു. പ്രണയബോധത്തിൻ്റെ പൊട്ടിയ ചില്ലി വീണ് സ്നേഹനിർഭരമായ സഹാനുഭൂതിക്ക് അടിമപ്പെട്ടു. പക്ഷേ എല്ലാം മിഥ്യയാണെന്ന് തിരിച്ചറിയുമ്പോഴേക്കും നഷ്ടബോധത്തിൻ്റെ ചുഴിയിൽ അകപ്പെട്ടു പോയിരിക്കുന്നു. ഇനിയെന്ത്? സംശയിച്ച് നിൽക്കാതെ പഴയ കാമുകൻ്റെ കൈകളിലേക്ക് ഐറിഷ് എന്ന സാബിറയ്ക്ക് നിരുപാധികം വിടുതൽ തരുന്ന ഭർത്താവ് എന്ന വേഷക്കാരൻ. ഐറിഷ്, നാളിതുവരെ നീ കെട്ടിയാടിയ വേഷം എന്തായിരുന്നു? കാമുകി, കന്യാസ്ത്രീ, അതോ ഭാര്യയോ, വെപ്പാട്ടിയോ, നേഴ്സോ? ഇതൊന്നുമല്ലാത്ത സ്വന്തമായൊരു പേരും പോലുമില്ലാത്തവൾ.
കോടിപ്രഭുവായ ഹമീദ് ഹാജിയുടെ ബീവി. അതങ്ങനെയാണെന്ന് ആര് പറയും? ഹാജിയാരുടെ മക്കൾ ഇല്ല, ബന്ധുക്കൾ ഇല്ല. അവരുടെ കുടുംബങ്ങളിലേക്ക് പ്രവേശനം പോലുമില്ല. പിന്നെയുള്ളത് കുറേ സുഹൃത്തുക്കളാണ്. അവർക്കും ഐറിഷ് എന്ന സാബിറ ഒരു കടങ്കഥയാണ്. ഹാജിയാരുടെ സമ്പത്ത് മോഹിച്ച് കയർ കൂടിയ ഒരു തട്ടിപ്പുകാരി. ഒരിക്കൽ നവീൻ പറഞ്ഞു, ഐറിഷ്, നിനക്ക് എല്ലാം ബോധ്യമാവുന്ന ഒരു ദിവസം വരും. അപ്പോൾ നിനക്കുണ്ടായ നഷ്ടം നികത്താൻ നിനക്കാവില്ലെന്ന് ഓർക്കണം. പക്ഷേ അപ്പോഴും ലാഭനഷ്ടക്കണക്കുകളൊന്നുമില്ലാതെ നിന്നെയും കാത്ത് ഞാൻ നിൽക്കുന്നുണ്ടാവും. മറക്കരുത്. നീ തിരിച്ചു പോയിക്കോ. ഇനിയെങ്കിലും നിനക്കൊരു ജീവിതം ഉണ്ടാകുമെങ്കിൽ അതാലോചിക്കേ. ഹാജിയാരുടെ ഗുണദോഷം. മാവുദിസ വെള്ളത്തിൽ ശുദ്ധീകരിച്ച ഐറിഷ് തർബിയത്തിൽ വെച്ച് ചിറക് മുറിച്ച് സാബിറയായി. ഇനി ആര്യ സമാജത്തിൽ പോയി കുറി വരയ്ക്കാം. 42-ാം വയസ്സിൽ ഒരു ജീവിതം കിട്ടിയാലോ? കന്യാസ്ത്രീയിൽ നിന്ന് വെപ്പാട്ടിയിലേക്ക്, അവിടെ വെച്ച് അപമാനിക്കപ്പെട്ട സ്ത്രീത്വവുമായി ഭാര്യ പദവിയിലേക്ക്. കിട്ടാൻ പോകുന്നത് ഒരു ജീവിതമല്ലേ? നല്ല ഉപദേശം. അതുകൊണ്ട് ഹാജിയർക്കുള്ള ലാഭം എന്താണെന്ന് അയാൾ പറയാതെ പറഞ്ഞു വെച്ചു. ഐറിഷ് എന്ന സാബിറയ്ക്ക് നിരുപാധികം വിവാഹമോചനം. കുട്ടികളില്ലാത്തതിനാൽ ഇരുവരുടെയും പേരിൽ പ്രമാണം ചാർത്തിയ വീട് ഹാജിയാരുടെ മകൾക്ക് സ്വന്തം. ആ ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് അസീസ്. ആ നസ്രാണിച്ചിയെ കളഞ്ഞേക്ക് ബാപ്പ. എന്തിനാ കോടികൾ വിലമതിക്കുന്ന ആ വീട് വിട്ട് കളയുന്നത്? ബാപ്പ തറവാട്ടിലേക്ക് പോന്നോളൂ. അവിടെയാവുമ്പോൾ ഞങ്ങൾ മക്കൾ ബാപ്പയെ പൊഞ്ഞുപോലെ നോക്കിക്കൊള്ളാം. അത് കേട്ട മുതൽ ഹാജിയർ ഐറിഷിനോട് സ്നേഹത്തോടെ ഗുണദോഷിക്കുന്നു. നീ മടങ്ങിപ്പോയിക്കോ. ആ നവീൻ നിർത്തുന്നുണ്ടോ? ആ പേര് നിങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കരുത്. ഐറിഷ് അട്ടഹസിച്ചുകൊണ്ട് ഹാജിയാരുടെ കഴുത്തിൽ പിടിച്ചമർത്തി. അയാൾക്ക് ശ്വാസം കിട്ടാതെ കണ്ണുകൾ തുറച്ചു വന്നു. ഐറിഷ് ഹാജിയാരുടെ കഴുത്തിലെ പിടിവിട്ടുകൊണ്ട് അയാളുടെ കാൽച്ചോട്ടിലേക്ക് വീണു. അവനെൻ്റെ ആരായിരുന്നെന്ന് നിങ്ങൾക്കറിയില്ല. ഞാൻ അവൻ്റെ ആരായിരുന്നെന്നും നിങ്ങൾക്കറിയില്ല. ഞങ്ങൾ രണ്ടിനെയും ഒന്നിച്ച് കൊന്നുകളഞ്ഞ മഹാപാപി. ഇനി ആ പേര് പറയരുത്. പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് കൊന്നുതാ പൊന്നു, കൊന്നുതാ. ഐറിഷ് ഹാജിയാരുടെ പാദങ്ങൾ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി. ഹാജിയാർ ശബ്ദിച്ചില്ല. അയാൾ കുറ്റബോധത്തോടെ അവളുടെ മുതുകിൽ തലോടി. പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു. ഐറിഷ് ധൃതിയിൽ പുറത്തേക്ക് വന്നു. TC അക്ബറും ഡോക്ടർ റഹ്മാനും ചിരിച്ചുകൊണ്ട് കാറിൽ നിന്നിറങ്ങി. ആളിവിടെ ഇല്ലേ? TC ചോദിച്ചു. അകത്ത് കിടക്കുക. TCയും ഡോക്ടർ റഹ്മാനും ഹാജിയാരുടെ കിടപ്പുമുറിയിലേക്ക് കയറി. ഹാജിയാർ എഴുന്നേൽക്കാൻ ശ്രമിച്ചുകൊണ്ട് ചോദിച്ചു, കുറച്ച് നാളായല്ലോ കണ്ടിട്ട്. എന്നെ മറന്നതാണോ അതോ ഇങ്ങോട്ടുള്ള വഴി മറന്നതാണോ? രണ്ടുമല്ല, വരാനൊത്തില്ല. അവർ രണ്ടുപേരും ഒരുമിച്ചാണ് പറഞ്ഞത്. രണ്ടുപേരിരുന്നാട്ടെ. കിടപ്പുമുറിയിലെ സോഫയിലേക്ക് ചൂണ്ടി ഐറിഷ് അവരെ ഇരിക്കാൻ ക്ഷണിച്ചു. കുടിക്കാൻ ചൂടുവെള്ളം എടുക്കട്ടെ? ഐറിഷിൻ്റെ കുനിഞ്ഞ മുഖത്ത് നിന്ന് പതിഞ്ഞ ചോദ്യം. അതിഥികൾ വന്നാൽ ആദ്യം സോഫ്റ്റ് ഡ്രിങ്ക്സ് എന്തെങ്കിലും, പിന്നെ ചായയോ കാപ്പിയോ, തുടർന്ന് തേന്മാശയിൽ നിരക്കുന്ന വിഭവങ്ങൾ. യൂണിഫോമിട്ട നേപ്പാളി പെൺകുട്ടിയുടെ ചിട്ടയായ സർവീസ്. സമൃദ്ധിയുടെ അതിഥി സൽക്കാരത്തിൻ്റെ ആ നല്ല ഓർമ്മകളിലായിരുന്നു ഹാജിയാരും സുഹൃത്തുക്കളും. ഇപ്പോൾ ആ വീട്ടിൽ സർവൻസ് ഇല്ല. ഹാജിയാരും ഐറിഷും മാത്രം. ആ വീട്ടിൽ പാൽക്കടൽ പോലെ പതിഞ്ഞൊഴുകിയിരുന്ന വൈദ്യുതി പ്രകാശമില്ല. അകത്തും പുറത്തുമായി 2-3 വോൾട്ടേജ് കുറഞ്ഞ ബൾബുകൾ മാത്രം. രാവും പകലും ഗേറ്റിൽ കാവൽ നിന്നിരുന്ന കൂർക്കകൾ രണ്ടുപേരെയും അസീസ് നഗരത്തിലെ ടൂറിസ്റ്റ് ഹോമിലേക്ക് മാറ്റി. ഇന്ന് അടുക്കളയിൽ കഞ്ഞിയും ചമ്മന്തിയും ഉണ്ടാക്കാൻ ഐറിഷ് മതി. എന്നും തുളച്ചുമിനുക്കിയിരുന്ന വീടിൻ്റെ അകവും പുറവും ഐറിഷിൻ്റെ കണ്ണീരിൽ കുതിർന്നു കിടക്കുകയാണ്. ഒന്ന് പുറത്തേക്ക് പോകണമെന്നുണ്ട്. എത്ര നാളായി ഒരു മസാലദോശ തിന്നിട്ട്? ഹാജിയാർ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാം കേട്ടുകൊണ്ട് ഐറിഷ് നിശബ്ദം കരയും. ഇപ്പോൾ പണത്തിനു വേണ്ടി ഹാജിയാരെ അവൾ അലട്ടാറില്ല. കഴുത്തിൽ കിടന്ന മാല വിറ്റ് ആശുപത്രി ബില്ലടിച്ചതിൻ്റെ ബാക്കിയിലാണ് ഇപ്പോഴുള്ള ചെലവുകൾ. മക്കൾ വിളിക്കാറില്ലേ? TCയുടെ ചോദ്യം. എല്ലാവരും വിളിച്ച് സുഖമാണെന്ന് അന്വേഷിക്കുന്നുണ്ട്. ഹാജിയാരുടെ മറുപടി. പണം വല്ലതും? ഡോക്ടർ റഹ്മാൻ ചോദ്യം മുഴുമിപ്പിച്ചില്ല. അവർ തരും, ഞാൻ ആവശ്യപ്പെടാഞ്ഞിട്ടാ. ഹാജിയാർ ധൃതിയിൽ പറഞ്ഞു. അടുത്ത കള്ള ഹമീദ് കാ. അസീസ് പറഞ്ഞല്ലോ ബാപ്പ ആവശ്യപ്പെടാത്തതുകൊണ്ടാണ് കാശ് കൊടുക്കാത്തതെന്ന്. അവൻ എങ്ങനെ പറഞ്ഞോ? ഹാജിയാർ ചോദിച്ചു. ആ നസ്രാണിച്ചിക്ക് ദൂർത്തടിക്കാൻ പണം തരില്ല ബാപ്പ. നിങ്ങൾ പട്ടിണി കിടന്ന് മയ്യത്തായാലും തരില്ലാന്ന്. അപ്പോൾ അസീസ് അവസാനമായി പറഞ്ഞത് ഓർക്കുകയായിരുന്നു ഹമീദ് ഹാജിയാർ. ഐറിഷ് ടീപ്പോയിൽ കൊണ്ടുവച്ച ചൂടുവെള്ളം ആര് തണുത്തിരുന്നു. TC അതെടുത്ത് കുടിച്ചു. ആരോഗ്യമൊക്കെ എങ്ങനെ? TC ചോദിച്ചു. കഴിഞ്ഞ ആഴ്ച ആശുപത്രിയിൽ അഡ്മിറ്റായില്ലേ? അസീസ് ആശുപത്രി ബില്ല് തിരിച്ചയച്ചില്ലേ ഹമീദ് കാ? TC ചോദിച്ചുകൊണ്ട് ഐറിഷിനെ നോക്കി. ഐറിഷ് തൊണ്ടയിൽ കുടുങ്ങിയ വിങ്ങൽ അമർത്തിക്കൊണ്ട് മുഖം തിരിച്ചു കളഞ്ഞു. പണം വല്ലതും വേണോ ഹമീദ് കാ? ഹേയ്, ഒന്നും വേണ്ട. ഇവിടെ പ്രശ്നമൊന്നുമില്ല. ഹാജിയാർ അത് പറയുമ്പോൾ അയാളുടെ ശബ്ദം പതറിയിരുന്നു. ഐറിഷ് ധൃതിയിൽ അവിടെ നിന്ന് മാറിക്കളഞ്ഞു. പിന്നെ അവർ പോയി കഴിഞ്ഞ് ഐറിഷ് ഹാജിയാരുടെ അരികിലേക്ക് വന്നുള്ളൂ. അപ്പോൾ മഴ തകർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. തണുത്ത പൊടിയേരിക്കഞ്ഞിയും അച്ചാറും. ഇടത് കൈ ചുരുട്ടി കണ്ണിന് മുകളിൽ നെറ്റിയിലൂന്നി ഹാജിയാർ സ്പൂൺ കൊണ്ട് കഞ്ഞി ധൃതിയിൽ കോരി കുടിക്കുന്നത് കണ്ട് ഐറിഷിൻ്റെ കണ്ണ് നിറഞ്ഞു. അവൾ ഹാജിയാരുടെ അരികിലേക്ക് നീങ്ങിയിരുന്നു. ഭയാനകമായ നിശബ്ദത അവർക്കിടയിൽ കനത്തു നിന്നു. പെട്ടെന്ന് ഇടിയും മിന്നലും ഒന്നിച്ചു വന്നു. മഴ പെയ്യാൻ തുടങ്ങി.
ഐറിഷ് അടുക്കളയിലെ ജോലി കഴിഞ്ഞ് കിടപ്പുമുറിയിലേക്ക് ചെല്ലുമ്പോൾ ഹാജിയാർ ഒരു ഷീറ്റ് വിരിച്ച് നിലത്ത് കാർപ്പറ്റിൽ കിടക്കുകയായിരുന്നു. അയ്യോ, ഇത് എന്ത് പറ്റി പൊന്നു? എനിക്ക് കട്ടിലേക്ക് കയറി കിടക്ക്. അവൾ അയാളെ താങ്ങി എഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. വേണ്ട, നീ ഇവിടെ ഇരിക്കെ, ഞാൻ നിന്റെ മടിയിൽ തലവെച്ച് കിടക്കട്ടെ. ഐറിഷ് ഹാജിയാർ കടുത്തിരുന്നു. അയാളുടെ തല താങ്ങി തൻ്റെ മടിയിൽ വെച്ചു. അയാൾ അവളുടെ വലത് കൈത്തലം പിടിച്ച് തൻ്റെ നെഞ്ചത്തമർത്തി വെച്ചു. സാബി, നിനക്ക് എന്നോട് പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ. ഞാൻ അതെല്ലാം ക്ഷമയോടെ കേട്ടിട്ടേ ഇന്ന് ഉറങ്ങുന്നുള്ളൂ. അയാൾ തൻ്റെ നെഞ്ചിലമർത്തി വെച്ച അവളുടെ കൈത്തലം വാരിയെടുത്ത് ഉമ്മ വെച്ചു. ഐറിഷ് അത്ഭുതപ്പെട്ടു. തർബിയത്തിലെ കിതാബിൽ വിരൽ വച്ച ശേഷം ഇത്രയും മധുരമായ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ആദ്യ രാത്രിയിലെ തൻ്റെ വികാര തീവ്രതയിൽ ഭീതിതനായിപ്പോയ സ്വന്തം പുരുഷൻ്റെ ദൗർബല്യങ്ങൾ നിസ്സാരമാക്കി തള്ളിക്കളയുമ്പോഴും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും കരുതലും എന്നും ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയായിരുന്നു. പക്ഷേ തനിക്ക് വേണ്ടി സ്വന്തം സമ്പാദ്യമെല്ലാം സൂക്ഷിച്ചയാൾ മക്കളുടെ ഭീഷണിക്ക് വഴങ്ങി സ്വന്തം ജീവിതം തന്നെ മറന്നു പോവുകയായിരുന്നല്ലോ. ഐറിഷ് ചതിച്ച് സമ്പത്തെല്ലാം കൈക്കലാക്കി കടന്നു കളയുമെന്ന് പേടിച്ച് മരണം വരെ ഒരിറക്ക് കഞ്ഞിക്ക് പോലും കരുതലുണ്ടായില്ലല്ലോ എന്ന ദുഃഖമാണിപ്പോൾ. കഴിഞ്ഞ 12 വർഷക്കാലം കാത്തിരുന്നിട്ട് ഇപ്പോഴാണ് സ്നേഹത്തോടെ ഒരു വിളി. സാബിറ, നിനക്ക് എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ല പൊന്നു, എനിക്ക് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അനുഭവിക്കാനുള്ളതെല്ലാം നമ്മളൊന്നിച്ച് അനുഭവിക്കുകയാണ്. ഐറിഷിൻ്റെ ശബ്ദം നേർത്തു വന്നു. സാബി, ഞാൻ നിന്നെയൊന്ന് തൊടട്ടെ? ഹാജിയർ തൻ്റെ വിറയാർന്ന കൈകളാൽ അവളുടെ മാറിടാൻ തഴുകി. നിനക്ക് എന്നോടൊന്നും പറയാനില്ലേ? അയാൾ മന്ത്രിച്ചു. ഇല്ല, ഞാനെല്ലാം മറന്നുപോയി. ഒന്നും ഓർമ്മ വരുന്നില്ല. പെട്ടെന്ന് അവൾ തൻ്റെ ചുണ്ടുകൾ അയാളുടെ ചുണ്ടുകളിൽ അമർത്തി. അപ്പോൾ തൻ്റെ മനസ്സിലയാളോട് തോന്നിയിരുന്ന വൈഷമ്യങ്ങളൊന്നും ഓർത്തില്ല. താനെന്ന സ്ത്രീ എക്കാലവും കൊതിച്ചിരുന്ന പുരുഷൻ്റെ ഊഷ്മളമായ സ്പർശന ലഹരിയിൽ അവൾ അയാളെ ഗാഢമായി പുണർന്നു. പുറത്ത് മഴയും മിന്നലും മുടിയഴിച്ചാടി. കരിത്തുള്ളി വന്ന കാറ്റിൽ ജനാലകൾ അടഞ്ഞു. മരങ്ങൾ മുറിഞ്ഞു വീഴുന്നുണ്ടോ? ഒന്നും വ്യക്തമല്ല. തൻ്റെ മാറിടങ്ങളിൽ മുറുകിയിരിക്കുന്ന അയാളുടെ കൈകൾ പറിച്ചെടുത്ത് അവൾ അയാളുടെ നെറ്റിയിൽ മുഖമണച്ചു. കാറ്റ് നിൽക്കുകയാണ്. മഴ മുറിയുന്നു. വീട് നിറയെ ഇരുൾ വന്നു മൂടുന്നു. അയാളുടെ തണുത്ത നെഞ്ചിൽ അവളുടെ ചൂടുനിശ്വാസങ്ങൾ വീണുടഞ്ഞു. അവൾ അയാളെ അരുമയോടെ വിളിച്ചു. പൊന്നു. പിന്നെയും വിളിച്ചു. അയാൾ ശബ്ദിച്ചില്ല. മഴ ശമിച്ചിരിക്കുന്നു. മരം പെയ്യുന്നുണ്ടായിരുന്നു. മുറിക്കുള്ളിൽ കട്ട കുത്തിയ ഇരുളിലേക്ക് അവൾ തുറച്ചു നോക്കി. പിന്നെ അയാളെ അണച്ചു പിടിച്ചു. അയാൾ നിദ്രയിലേക്ക് വീണിരിക്കുന്നു. കൂർക്കമ്പലി ശക്തമായി. അവൾ അയാളോട് പറ്റിച്ചേർന്ന് കിടന്നു. കണ്ണുകൾ ആഴത്തിൽ അടഞ്ഞു പോകുന്നു. ഉറക്കം. ഐറിഷ് കണ്ണു തുറന്നു. ചുറ്റിലും ആളുകൾ. തനിക്കെന്ത് പറ്റി? എഴുന്നേൽക്കാൻ നോക്കി. സ്റ്റെതസ്കോപ്പ് കഴുത്തിൽ വെച്ച് തൻ്റെ പൾസ് നോക്കുകയാണ് ഡോക്ടർ. സാരമില്ല, പെട്ടെന്നുള്ള ഷോക്കാണെന്ന് തോന്നുന്നു. ഷോക്കോ? എനിക്കൊന്നുമില്ല. ഐറിഷ് ചാടി എണീറ്റു. സാറെവിടെ? വീട് നിറയെ ആളുകൾ കണ്ട് അമ്പരപ്പോടെ അവൾ ചോദിച്ചു. എവിടെ സാറ്? നടുത്തളത്തിൽ കിടത്തിയിട്ടുണ്ട്, ആരോ വിളിച്ചു പറഞ്ഞു. കിടത്തിയിരിക്കേ? എന്തിന്? അവൾ അമ്പരന്നു. സാറേ, അവൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് പിടഞ്ഞെണീറ്റ് ഗോവണി ഇറങ്ങുമ്പോൾ കാൽ വഴുതി പിടഞ്ഞു വീണു. എൻ്റെ സാറിന് എന്ത് പറ്റി? അവൾ ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. ആ സ്ത്രീയോട് ഒച്ച വയ്ക്കണ്ടെന്ന് പറ, ആരോ പറഞ്ഞു. എന്നെ ആരെങ്കിലും ഒന്ന് പിടിക്കേ. എൻ്റെ സാറിന് എന്ത് പറ്റി? സാറേ, ഐറിഷ് ഉറക്കെ കരയുകയാണ്. നിങ്ങളിപ്പം താഴേക്ക് ഇറങ്ങണ്ട. ബഹളം വെച്ച് ഒരു സീനുണ്ടാക്കാതെ അകത്ത് എവിടെയെങ്കിലും പോയിരിക്കേ. മുന്നിൽ ക്ഷോഭിച്ചുകൊണ്ട് നിൽക്കുന്നു ഖമറുദ്ദീൻ. ഹാജിയാരുടെ മൂത്ത മകൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ്. കമറു, സാറിന് എന്ത് പറ്റി? നിങ്ങൾക്കറിയില്ലേ? നിങ്ങളല്ലേ ഒപ്പമുണ്ടായിരുന്നത്? ഭർത്താവ് മയത്തായത് ഒപ്പം കിടന്നുറങ്ങിയ ഭാര്യ അറിഞ്ഞില്ല പോലും. മയത്തായെന്നോ? ഐറിഷ് നെട്ടിലോട് ചോദിച്ചു. മയത്തായെന്നോ? പൊന്നോ. ഐറിഷ് നിരങ്ങി നടുത്തളത്തിലേക്ക് കടക്കും മുമ്പേ അവൻ വന്നു തടഞ്ഞു. ആരിങ്ങോട്ട് കിടക്കരുത്. അതൊരു ഗർജനമായിരുന്നു. ഐറിഷ് മുഖമുയർത്തി അയാളുടെ മുഖത്തേക്ക് നോക്കി. ഗംഗൻ. ഹാജിയാരുടെ ആശ്രിതനായിരുന്ന, അല്ല, ആജ്ഞാനുവർത്തിയും പരിചാരകനും പാദസേവകനുമായിരുന്ന ഗംഗൻ. ഐറിഷിനും ഹാജിയാർക്കുമിടയിൽ അടിയുറച്ചു നിന്ന വിശ്വസ്തൻ. അതിനയാൾക്ക് ഹാജിയാർ നിർബന്ധിച്ചു വാങ്ങി നൽകിയ വീട്, വാഹനം, മക്കളുടെ പഠനം, പിന്നെ ആവശ്യപ്പെടുമ്പോഴൊക്കെ കൈ നിറച്ച് പണം. മാഡത്തിൻ്റെ കാര്യം കൊണ്ടാണ് ഞാനും എൻ്റെ കുടുംബവും ജീവനോടിരിക്കുന്നത്. നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മുന്നിൽ തൊഴുകയുമായി നിന്ന ഗംഗനാണ് ഇപ്പോൾ ഗർജിക്കുന്നത്. അതെ, സാറിൻ്റെ മക്കൾ വന്നിട്ടുണ്ട്. അവർ ഹോട്ടലിൽ തങ്ങിയിരിക്കുക. നിങ്ങളിവിടുന്ന് ഇറങ്ങിയാലേ അവരിങ്ങോട്ട് വരൂ. അതുകൊണ്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങണം. ഗംഗൻ. ഞാനിവിടുന്ന് ഇറങ്ങാനോ? എങ്ങോട്ട്? എൻ്റെ ഭർത്താവായ മയത്തായി കിടക്കുന്നത്. അത് പറഞ്ഞ് ഐറിഷ് മയത്തിനടുത്തേക്ക് നീങ്ങി. ഭർത്താവോ കർത്താവോ എനിക്കതൊന്നും അറിഞ്ഞുകൂടെ. നിങ്ങളെ ഇവിടുന്ന് മാറ്റണമെന്നാ മാനേജർ വിളിച്ചു പറഞ്ഞത്. അപ്പോൾ നിനക്കെന്നെ അറിഞ്ഞൂടാ അല്ലേ? എന്നെ ഇറക്കിവിടാൻ ആർക്കാടെ ധൈര്യം? ഐറിഷ് ചോദിച്ചു. സാറിൻ്റെ മക്കൾക്ക്. അതെനിക്ക് അനുസരിച്ചേ പറ്റൂ. ഇറങ്ങാൻ എനിക്ക് മനസ്സിലാന്ന് നീ ചെന്ന് പറഞ്ഞേക്ക്. സ്വന്തം ബാപ്പയെ പട്ടിണിക്കിട്ട് കൊന്ന മക്കൾ വന്നിരിക്കുന്നു, ചെകുത്താൻ്റെ സന്തതികൾ. ഐറിഷ് മയത്തിനരികിലേക്ക് നീങ്ങാൻ തുടങ്ങിയതേയുള്ളൂ. ഗംഗൻ വന്ന് അവളുടെ കൈക്ക് പിടിച്ച് പിറകോട്ട് വലിച്ചു. ചീ, എൻ്റെ കൈ വിടറാ. ഐറിഷ് അയാളെ ഊക്കോടെ തള്ളി. ഗംഗൻ ഐറിഷിൻ്റെ പിടിവിട്ടു. കാണരുത്. സ്ത്രീകൾ ഇനി കാണാൻ പാടില്ല. തലപ്പാവും തലക്കെട്ടുമൊക്കെയുള്ള ഏതാനും പുരുഷന്മാർ ഐറിഷിനെ തടഞ്ഞു. ഐറിഷ് സ്തബ്ധയായിപ്പോയി.
വെള്ളത്തുണി കൊണ്ടുള്ള മറക്കപ്പുറം വെള്ളയിൽ പൊതിഞ്ഞു കിടത്തിയിരിക്കുന്ന ആ ദേഹം തൻ്റേതായിരുന്നു കഴിഞ്ഞ രാത്രി വരെ. അന്നവും മരുന്നും നിഷേധിച്ച് മരിച്ചോ ജീവിക്കുന്നോ എന്ന ഒരന്വേഷണം പോലുമില്ലാതെ അനാഥമാക്കിയ ഒരു മനുഷ്യൻ്റെ മയത്തിനിപ്പോൾ എത്രയെത്ര അവകാശികൾ. മതക്കാരും മക്കളും വന്നിരിക്കുന്നു മയത്തിൻ്റെ അവകാശവാദവുമായി. പരിചാരകരും ശമ്പളക്കാരും വായ നിറച്ച് വിഷം ചീറ്റുന്ന വാക്കുകൾ വാരിച്ചൊരിയുന്നു. ജീവിച്ചിരുന്നപ്പോൾ സ്വന്തം സമ്പാദ്യം കൈക്കലാക്കിയ മക്കളും ആശ്രയവും സഹായവും പറ്റിയ ആശ്രിതരും ഉണ്ടായിരുന്നില്ല. നസ്രാൻസിയെന്നും അഭിസാരികയെന്നും വിളിച്ച് ആക്ഷേപിച്ച മക്കൾ ബാപ്പയുടെ രണ്ടാം വീടിൽ പടിയിറക്കി മയത്ത് കൈയടക്കാൻ കാത്തു നിൽക്കുന്നു. ആ കിടക്കുന്നത് എൻ്റെ ഭർത്താവാണ്, ഐറിഷ് നിവർന്നു നിന്ന് വിളിച്ചു പറഞ്ഞു. ഭർത്താവോ എന്നാര് പറഞ്ഞു? ഹോട്ടൽ ജീവനക്കാരൻ്റെ ചോദ്യം. ആര് പറയണം? ആ ചോദ്യം ഐറിഷിൻ്റെ നാവിൽ ഒട്ടി നിന്നു. ദേ പെണ്ണുപിള്ളേ, നിങ്ങളിറങ്ങി പോകണുണ്ടോ അതോ ഞങ്ങൾ പിടിച്ചിറക്കണോ? ഗംഗനും കമറുദ്ദീനും ഒന്നിച്ചാണ് ചോദിച്ചത്. പിന്നെ താമസിച്ചില്ല. അവർ രണ്ടുപേരും കൂടി ഐറിഷിനെ പൊക്കിയെടുത്ത് വീടിൻ്റെ പിന്നാമ്പുറത്തേക്ക് ഇട്ടു വാതിലടച്ചു. ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും ആ വീടിനകത്തും പുറത്തും കൂടി നിന്നവരിൽ ഒരാൾ പോലും തനിക്ക് വേണ്ടി ഒരു വാക്കുപോലും ഉരിയാടിയില്ലല്ലോ എന്നവൾ സങ്കടപ്പെട്ടു. എല്ലാവരും അവരുടെ ആൾക്കാരാവണം. കോടീശ്വരനായ ഒരു വൃദ്ധൻ്റെ ഭാര്യയായി അയാളുടെ സമ്പത്തെല്ലാം തട്ടിയെടുക്കാൻ വന്ന ഒരു അന്യമതക്കാരിയോട് ആർക്കും അനുകമ്പ തോന്നേണ്ടതില്ല. കഴിഞ്ഞ രാത്രി കൊണ്ട് ഐറിഷിൻ്റെ ജീവിതത്തിന് തിരശ്ശീല വീണിരിക്കുന്നു. അകം അടിച്ചുകൂട്ടിയ ചവറ് പോലെ അവളെ പുറത്തേക്ക് എറിഞ്ഞതുകൊണ്ടാണ് ഇനി അവൾക്ക് ഈ ഭൂമിയിൽ ഇടമില്ല. അന്തി ഉറങ്ങാനും അന്നം കിട്ടാനും ഒരു വഴിയുമില്ല. സ്വന്തം സങ്കടങ്ങളോട് സന്ധി ചെയ്ത് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാമെന്ന് വെച്ചാൽ എങ്ങോട്ടെന്നൊരു ചോദ്യത്തിന് ഉത്തരവുമില്ല. കഴിഞ്ഞ രാത്രി എന്താണ് സംഭവിച്ചത്? ജീവിതത്തിൽ ഇന്നോളം അനുഭവിച്ചിട്ടില്ലാത്ത ഏകപ്പെടലിൻ്റെ ആ നിമിഷം. പൊന്നു! ഐറിഷ് സ്വയം മറന്ന് പൊന്നു എന്ന് ആർത്തു വിളിച്ചിട്ടും ശബ്ദം പുറത്തേക്ക് വന്നില്ല. പിന്നെ അവിടുത്തെ വാഴച്ചോട്ടിൽ കൂനിക്കൂടിയിരുന്നു കൊണ്ടവൾ ഒരുപാട് മുഖങ്ങൾ ഓർമ്മിച്ചു. മമ്മി, പപ്പ, മദർ സുപ്പീരിയർ, ദേവൂട്ടി മാഡം, DC, ഒടുവിൽ നവീൻ. ഒരു അടഞ്ഞ അധ്യായമാണത്. അയാളുടെ മൊത്തൊരു ജീവിതം സാധ്യമല്ല. ഐറിഷ് എന്ന സാബ്രയ്ക്ക് ഇനി ഒരു ഇണയുണ്ടാവില്ല. വളരെ ആലോചിച്ചെടുത്ത തീരുമാനമാണത്. ഒടുവിൽ ഓർമ്മയിൽ നിൽക്കുന്ന ആ നമ്പറിലേക്ക് വിളിച്ചു. മമ്മിയല്ലേ? സാറും മയ്യത്തായി മമ്മി. ആ, ജോർജ് വിളിച്ചിരുന്നു. മമ്മിയുടെ തണുത്ത മറുപടി. എന്നെ അവർ ഇവിടുന്ന് ഇറക്കി വിട്ടു മമ്മി. ഞാൻ അങ്ങോട്ട് വരുക. ഐറിഷ് തേങ്ങി. ഇങ്ങോട്ടോ? അത് വേണ്ട. നിൻ്റെ ആങ്ങളമാർ പറഞ്ഞിട്ടുണ്ട് നീ ഇങ്ങോട്ട് വരണ്ടാന്ന്. സലോമിയുടെ ശബ്ദം ഐറിഷിന് പരിചയമില്ലെന്ന് തോന്നി. അതെന്താ? ഞാൻ പിന്നെ അങ്ങോട്ട് പോകും മമ്മി. ഐറിഷ് കരയുകയാണ്. ഞാൻ മഠത്തിലേക്ക് വിളിച്ചു. മദർ സുപ്പീരിയർ പറഞ്ഞു കുശിനിയിലെ ആളില്ലാന്ന്. നിന്നോട് ചെന്നോളാൻ പറഞ്ഞു. കന്യാസ്ത്രീ മഠത്തിലെ കുശിനിപ്പണിക്ക് ചട്ടം കെട്ടി മകളെ കൈയൊഴിയുന്ന മമ്മിയുടെ മുഖം ഒന്ന് കാണാൻ കൊതിച്ച് ഐറിഷ് തെല്ലിട എഴുന്നേറ്റ് നിന്നു. അതുവരെ ചാറിക്കൊണ്ടിരുന്ന മഴ കനക്കാൻ തുടങ്ങി. ഐറിഷ് ഹാൾ തലയിലേക്കിട്ട് ഗേറ്റിലേക്ക് നടന്നു. വിലയേറിയ കാറുകൾ നിരനിരയായി ഗേറ്റ് കടക്കുന്നു. ഹാജിയാരുടെ മക്കൾ വരികയാണ്. ഏറ്റവും മുന്നിൽ വന്ന കാർ ഐറിഷിന് പരിചിതമാണ്. അടുത്ത കാലത്തായി ഹാജിയാർ സ്വന്തം ഉപയോഗത്തിന് വാങ്ങിയതാണ്. മജീദിൻ്റെ ഡ്രൈവർ ആ കാറാണ് വീട്ടിൽ നിന്ന് ബലമായി എടുത്തുകൊണ്ടുപോയത്. ഐറിഷ് ഗേറ്റ് കടന്നു. ചാറ്റൽ മഴ ചരൽ പോലെ പെയ്തിറങ്ങുന്നു. മുന്നിൽ വിജനമായ വഴി നീളുന്നു. ഹൃദയം ശക്തിയായി മിടിച്ച് കാലുകളുടെ ബലം കുറയുന്നു. മഴവെള്ളവും കണ്ണീരും ഒന്നിച്ചു കുടിച്ച് മഴയിൽ കുതിർന്നൊട്ടിയ കൺപീലികൾ വലിച്ചു തുറന്ന് ഐറിഷ് വേച്ചു നടന്നു. പെട്ടെന്നതാ മുന്നിൽ ഒരു കാർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തി. ചാവാനിറങ്ങിയിരിക്കുക. ഡ്രൈവറുടെ ആക്രോശം. ഒരു സ്ത്രീയാണല്ലോ. ആ, ഹോൺ കേട്ട മട്ടില്ല. സൈഡ് തരുന്നില്ല. കാറിൻ്റെ ഡോർ തുറന്ന് ഒരു തല പുറത്തേക്ക് നീണ്ടു. ഇത് ഐറിഷ് അല്ലേ? ഐറിഷ് നിന്നു. പിന്നെ തിരിഞ്ഞു നോക്കി. ദേവൂട്ടി മാഡം. മാഡം! ഐറിഷ് സർവ്വശക്തിയും എടുത്താണ് വിളിച്ചത്. പക്ഷേ ശബ്ദം പുറത്തു വന്നില്ല. ഹാജിയാർ, ഞാൻ വിവരം പറഞ്ഞു വന്നതാണ്. ഐറിഷ് ശബ്ദിച്ചില്ല. ദേവൂട്ടിയെ തുറച്ചു നോക്കി നിമിഷങ്ങൾ. ദേവൂട്ടി അടുത്തു ചെന്നു. ഞാൻ ഊഹിച്ചു. സാരമില്ല. ഐറിഷ് ദേവൂട്ടിയുടെ തോളിലേക്ക് ചാഞ്ഞു. അപ്പോൾ മഴ മുറിഞ്ഞ് ഇളം വെയിൽ പരക്കാൻ തുടങ്ങിയിരുന്നു. ഈ കഥ ഇവിടെ പൂർണ്ണമാകുന്നു.